നമ്മളിപ്പോഴുള്ളത് തെക്കൻ കുരിശുമല, ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ തെക്കൻ കുരിശുമലയിൽ തിരുവനന്തപുരത്തെ വെള്ളറടയിലാണ് ഈ കുരിശുമലയുള്ളത്. ഇപ്പോൾ തീർത്ഥാടനം നടക്കുന്ന സമയമാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു തീർത്ഥാടന കേന്ദ്രം. ഇങ്ങോട്ടേക്ക് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ വലിയ ഒഴുക്കാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലൊക്കെ കണ്ടു ഒരുപാട് തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇങ്ങോട്ട് പ്രവഹിക്കുന്നു. ഇവിടെ ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ 40 ലക്ഷം ആളുകളാണ് ഇവിടുത്തെ വർഷത്തെ 10 ദിവസ തീർത്ഥാടന കാലത്ത് ഇവിടെ എത്തുകയും ഈ കുരിശുമലയുടെ ദർശന സൗഭാഗ്യം തേടി മടങ്ങിപ്പോവുകയും ചെയ്യും. 2 ഘട്ടങ്ങളിലായാണ് തീർത്ഥാടനം നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ആദ്യഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കുരിശടിയിലേക്ക് ഏറ്റവും മുകളിലുള്ള സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് കാണാനായിട്ട് ഒരു സാഹസിക യാത്ര കൂടിയാണ് ഇവിടെ നടക്കുന്നത്. പ്രകൃതി ഒരു ടൂറിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ടൂറിസവും ഈ തീർത്ഥാടനവും കൂടി ഒന്നിക്കുന്ന ഒരു പ്രത്യേകത കൂടി നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടു. പ്രത്യേകത ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എല്ലാ ജാതിമതങ്ങളിൽപ്പെട്ടവരും എല്ലാ തരത്തിലുള്ള വിശ്വാസികളും ഇവിടെ കാണാനും അനുഗ്രഹം തേടാനും ഒക്കെ എത്താറുണ്ട്. 10 ദിവസം അശ്വതി പറഞ്ഞത് 8 ദിവസമാണ് ഈ തീർത്ഥാടന കാലം. അതിപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞായറാഴ്ച വരെ തുടരും. അതിനുശേഷം ഈസ്റ്ററും ദുഃഖവെള്ളിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള സമയത്തുള്ള തീർത്ഥാടനം കൂടെ ചേർത്ത് മുഴുവൻ 10 ദിവസ തീർത്ഥാടനമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നമ്മൾ വന്ന് കണ്ടതുപോലെ വളരെ പ്രകൃതി രമണീയമാണ്. നല്ല കാറ്റുണ്ട്. നമുക്ക് ഇവിടെ കയറി വരുമ്പോഴൊക്കെ നല്ല കാലാവസ്ഥയാണ്. കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് ഇതിന്റെ ഒരു ഏകോപനം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും കൂടിയാണ് എന്നുള്ളതാണ്. അതിന്റെ ഒരു സൗഹാർദ്ദം കൂടി ഇവിടെ കാണാം. കേരളം തമിഴ്നാട് അതിർത്തി കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. 2 പഞ്ചായത്തുകൾ, വെള്ളറ പഞ്ചായത്താണെങ്കിൽ തൊട്ടപ്പുറത്ത് കന്യാകുമാരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ അടുത്ത 2 മണിക്കൂർ നമുക്ക് പങ്കുവെക്കാനുണ്ട്. അത് നമുക്ക് പ്രധാന തലക്കെട്ടുകൾ കണ്ട ശേഷം മടങ്ങിയത്. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ഭക്തിയും നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടനവും ഒപ്പം ടൂറിസവും ഒക്കെ ചേർന്ന സാഹസികതയും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്ന തെക്കൻ കുരിശുമലയിലാണ് ഇന്ന് പ്രഭാത കേരളം ഉള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് വാർത്തകൾ എത്തിക്കുന്നത്. നമുക്കറിയാം 2 ഘട്ടങ്ങളിലായാണ് തീർത്ഥാടനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. കോവിഡിന് ശേഷം വരുന്നൊരു തീർത്ഥാടനം എന്ന നിലയിൽ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുകയാണ് സംഘാടകർ. അതിനായുള്ള തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം. ഇവിടെ വന്ന് കയറുന്നവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കണം. പ്രത്യേകിച്ച് വലിയ ചൂടുണ്ട്. അതുകൊണ്ട് കുടിവെള്ളം അടക്കമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് അധികൃതർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കുരിശുമലയുടെ കൂടുതൽ വിശേഷങ്ങൾ, ഇവിടെ നിന്നുള്ള അവരുടെ എന്തൊക്കെയാണ് അവർക്ക് കാര്യങ്ങൾ പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് പ്രേക്ഷകരോടൊപ്പം പ്രധാനപ്പെട്ട ഇതിന്റെ അതിഥികളൊക്കെ ചേരും. വികാരി അടക്കം നമ്മോടൊപ്പം ചേരുകയും ഇതിന്റെ പ്രത്യേകതകൾ വിവരിക്കുകയും ചെയ്യും. ഒപ്പം നമുക്ക് ഇന്നത്തെ വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് രഞ്ജിത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത? ഇന്നലെ നമ്മൾ രാത്രി വൈകിയും കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡാണ്. നദീറയുടെ ഭർത്താവിന് EDയുമായി ഈ ഇത്തരം ഇടപാടുകൾ, ഫാരിസുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ഉണ്ട് എന്നുള്ള പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. നിരവധി രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഈ ഫാരിസ് അബൂബക്കറിന് വേണ്ടി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ കൊച്ചിയിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതേസമയം കോൺഗ്രസ് ഈ വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. കാരണം CPMനെതിരെ ആയിരുന്നു ഫാരിസിന്റെ കാര്യത്തിൽ ആരോപണം. ഇപ്പോൾ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ്. എന്തായിരിക്കും അവരുടെ മറുപടി എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, സർക്കാരിനെതിരായ തുടർ പ്രതിഷേധം KPCC ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ നിയമസഭയിലൊക്കെ കണ്ട വലിയ
പ്രതിഷേധങ്ങൾക്കൊടുവിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ UDF-ന്റെ നേതൃയോഗത്തിലെ ധാരണ എന്താണ്, ഏത് രീതിയിലായിരിക്കും സമരം മുന്നോട്ട് കൊണ്ടുപോകുക, അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം പാറ്റൂരിൽ വീട്ടമ്മയെ ആക്രമിച്ച ആളെ ഇതുവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് പറഞ്ഞത് പ്രതിയുടെ അടുത്ത് വരെ എത്തി, പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ ആളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ജോലി ചെയ്യുന്നവർക്കുള്ള ദുഃഖവാർത്ത കൂടിയുണ്ട്. കാരണം പഞ്ച് ചെയ്ത് മുങ്ങുന്നവരെ പിടികൂടാനുള്ള ആക്സസ് കൺട്രോൾ സംവിധാനം ഒരുക്കാൻ പോകുന്നു. ജീവനക്കാരുടെ സംഘടനകളുടെ എതിർപ്പിനെ മറികടന്നാണ് ഈ സംവിധാനത്തിലേക്ക് എത്തുന്നത്. അത് ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിട്ട് കഴിഞ്ഞു. അത് അവർക്ക് അത്ര സുഖകരമായ വാർത്തയല്ല. മറ്റൊന്ന്, ഇടുക്കിയിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിലേക്ക് സൂര്യ എന്ന കുങ്കിയാന ഇന്നലെ പുറപ്പെട്ടു. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ രതീഷ് വാസുദേവൻ നമുക്ക് നൽകിയത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അപ്പൊ സൂര്യയും കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്, മറ്റ് കുങ്കിയാനകൾ അങ്ങോട്ടേക്ക് എത്തും. ഒപ്പം ഈ ലോ കോളേജിലെ സംഘർഷമാണ്. അതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരുടെ അറസ്റ്റ് ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നൊരു പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ള, സമഗ്രമായി തന്നെ വാർത്തകൾ നൽകാൻ കഴിയുന്ന, ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ഐശ്വര്യ അനിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. ഒരുപാട് വാർത്തകൾ തിരുവനന്തപുരത്ത്, ഇന്നൊരു പക്ഷേ വാർത്തകളുടെ കേന്ദ്രം തിരുവനന്തപുരമായിരിക്കും. ഒപ്പം കൊച്ചിയിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ നൽകും. അങ്ങനെ നമ്മുടെ സന്തോഷ് ഈപ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊച്ചിയിൽ നൽകും. കോഴിക്കോട് ഫാരിസുമായി ബന്ധപ്പെട്ട വാർത്തകളും നമുക്ക് ഒരുപാട്, ഫാരിസ് അബൂബക്കറുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. വിനോദ വാർത്തകളും പോസിറ്റീവായിട്ടുള്ള വാർത്തകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് ഐശ്വര്യയും ഡാനി പോളും S വിനേഷ് കുമാറുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന്. നമുക്ക് ആദ്യം ഐശ്വര്യയിൽ നിന്ന് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുള്ളത് തെക്കൻ കുരിശുമലയിലാണ്. ഇവിടെ തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ഒരു വാർത്ത, സജീവമായ വാർത്താ ദിനവും ആശംസിക്കുന്നു. ഇന്ന് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഒരു വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് തലസ്ഥാനം തന്നെയാണല്ലോ. ഇന്നലത്തെ റെയ്ഡിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് DCC സെക്രട്ടറിയുടെ വീട്ടിലെ റെയ്ഡ് ആരംഭിച്ചത്, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന തുടങ്ങിയത്? ഒപ്പം എന്തൊക്കെ ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എന്തെങ്കിലും സ്ഥിരീകരണമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തലസ്ഥാനം വാർത്താ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും സംയുക്തമായ റെയ്ഡാണ്. ആ റെയ്ഡ്, അതായത് ഈ ഫാരിസ് അബൂബക്കറിന്റെ ബെനാമിയാണ് ഈ DCC സെക്രട്ടറി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് അവിടെ ഉണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഈ റെയ്ഡ് ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച റെയ്ഡ് ഇന്നലെ ഏതാണ്ട് വൈകി രാത്രി 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 35 മണിക്കൂർ നീണ്ട റെയ്ഡ്. അത് കൃത്യമായി നമുക്കറിയാം. ഈ വിഷയങ്ങൾ ആദ്യം ചോദ്യം ചെയ്യൽ, അതായത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടാൻ കൂടിയാണ് EDയും ആദായ നികുതി വകുപ്പും എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇരുവരോടും കാര്യങ്ങൾ ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചിയിലെ ഭൂമി ഇടപാടുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകൾ അടക്കം അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പണവും ഈ രേഖകളും ഒക്കെ പിടിച്ചെടുത്ത് 35 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡ് ഇന്നലെ വൈകി 9 മണിക്കാണ് അവസാനിച്ചത്. കൃത്യമായി ആ വിഷ്വൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ സമയത്ത് തന്നെ നമ്മൾ EDയുടെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതികരണം തേടിയിരുന്നെങ്കിലും അവരുടെ ഒരു ശൈലി നമുക്കറിയാം, അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ പോലും കൃത്യമായി നമ്മൾ ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും 35 മണിക്കൂർ നീണ്ട ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സമഗ്ര വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അയൽവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ തേടിയിരുന്നു. അയൽവാസികളടക്കം ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ, അതായത് ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെയും ഭർത്താവ് സുരേഷിന്റെയും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇവർക്ക് പലയിടത്തും തിരുവനന്തപുരത്ത് തന്നെ ഭൂമിയുള്ളതായാണ് ഈ അയൽവാസികൾ പറയുന്നത്. അങ്ങനെ ഒരുപാടധികം ഭൂമിയുണ്ട്, അതെങ്ങനെയാണ് വന്നത് എന്ന തരത്തിലുള്ള സംശയം ഈ അയൽവാസികളും പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് EDയും ആദായ നികുതി വകുപ്പും ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ഡിജിറ്റൽ രേഖകളും മറ്റ് രേഖകളും ഒക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. രഞ്ജിത്ത്, അശ്വതി. ഒപ്പം ഈ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ഭർത്താവിനെയാണ് ഇത്തരത്തിൽ റെയ്ഡിൽ
ചില രേഖകൾ കണ്ടെടുത്തു എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ CPM ആണ് ഈ ഫാരിസ് അബൂബക്കറുമായ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് കൂടി മറുപടി പറയേണ്ട സാഹചര്യം ഒരുങ്ങി വരുന്നു. എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ആ വിഷയത്തിൽ സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടോ? സ്വാഭാവികമായും തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ റെയ്ഡ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല. യാതൊരുവിധ വിശദീകരണവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ഈ നിമിഷം വരെയും അത് ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം വിശദീകരണം അല്ലെങ്കിൽ എന്താണ് ഇതിൽ കോൺഗ്രസിന് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിരോധത്തിലായിട്ടുണ്ടോ, ഏത് രീതിയിൽ ഈ വിഷയത്തെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ നേതാക്കളുടെയൊക്കെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വിശദീകരണം നമ്മൾ ആരായും അതിനുശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഐശ്വര്യ, ഒപ്പം ഈ സർക്കാരിനെതിരായ തുടർ പ്രതിഷേധം ഇന്ന് KPCC പ്രഖ്യാപിക്കുകയാണ്. മെയ് 2-ാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലായിരിക്കും, ഈ തുടർ പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ നടത്താനായിരിക്കും KPCCയുടെ ഒരു തീരുമാനം വരിക? ഈ കഴിഞ്ഞ ഒരാഴ്ചയായി നിയമസഭയ്ക്കുള്ളിൽ UDFന്റെ ഒരു പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം UDFന്റെ ലീഡേഴ്സ് മീറ്റിംഗ് ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരായ പോരാട്ടം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മെയ് 2-ാം വാരം സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം നടത്താനാണ് ഇന്നലത്തെ യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം നടത്തി ഏത് രീതിയിലായിരിക്കും UDFന്റെ തുടർ സമരം എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഈ മെയ് 2-ാം വാരം നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയലിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിൽ സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അടക്കം പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിലൊരു പ്രഖ്യാപനം UDF കൺവീനർ MM ഹസന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 മണിയോടുകൂടിയാണ് KPCCയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ തുടർ സമരങ്ങളൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് AICCയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെ സമരപരിപാടികൾ ഇവിടെ തലസ്ഥാനത്തടക്കം സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി സംസ്ഥാന സർക്കാരിനെതിരെ കൂടി സമരം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും UDFന്റെയും തീരുമാനം. ഈ സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ളത് ഒരുപക്ഷെ UDFന്റെ സമര പരിപാടികളിൽ, ഐശ്വര്യ, സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ള UDFന്റെ സമര പരിപാടികളിൽ കുറെ നാളുകളായി ഉള്ള ആക്ഷേപമാണ് കാര്യമായ സമരങ്ങളും നടക്കുന്നില്ല എന്നുള്ളത്. സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് വെച്ചാൽ അതൊരു വലിയ തോതിലുള്ള സന്നാഹങ്ങളും ഒക്കെയായി നേരത്തെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് LDF നടത്തിയ ഒരു സമരമുണ്ട്, സമാനമായ രാപ്പകൽ സമരം. അതിനോടൊക്കെ കിടപിടിക്കത്തക്ക രീതിയിൽ വലിയ സന്നാഹങ്ങളോടെ വലിയ പ്രാതിനിധ്യത്തോടെ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്? സർക്കാരിനെതിരെ അത്ര വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇന്നലെ നിയമസഭ അവസാനിച്ചു. നമുക്കറിയാം, നിയമസഭയ്ക്ക് അകത്ത് സത്യഗ്രഹം കിടക്കാൻ ആരംഭിച്ചപ്പോൾ അവസാനിപ്പിച്ച് സർക്കാർ രക്ഷപ്പെട്ടുവെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് UDFന്റെ സമര രീതികളിൽ നിന്ന് സർക്കാർ മാറി നിൽക്കുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിനെതിരായ സമര പരിപാടികൾ കോൺഗ്രസും UDFും അത്രമേൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം UDF ലീഡേഴ്സ് മീറ്റിംഗ് കൂടിയത്. കാരണം RSP അടക്കം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്രയധികം വിഷയങ്ങൾ, സ്വപ്ന സുരേഷിന്റെ വിഷയം, ഈ നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളി, അങ്ങനെ തുടങ്ങിയ ഒരുപാടധികം വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയ്ക്കകത്ത് നടത്തിയ പോരാട്ടം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ, അതായത് നിയമസഭയെ പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കോൺഗ്രസിനും UDFനും ആയില്ല എന്നുള്ള പരാതി ഘടകകക്ഷികൾ തന്നെ ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം UDFന്റെ ലീഡേഴ്സ് മീറ്റിംഗ് കൂടി ഈ സെക്രട്ടേറിയറ്റ് വളയലടക്കമുള്ള സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാർ കാലത്ത് LDF നടത്തിയതുപോലൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ പൊതുവെ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഭരണകക്ഷി അംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെയും കോൺഗ്രസിന്റെ ഉൾപാർട്ടി വിഷയങ്ങളിലൂടെ കോൺഗ്രസ് തന്നെയാണ് എപ്പോഴും പ്രതിരോധത്തിലാവുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് ഈ സമരത്തിന് ഏത് രീതിയിൽ നേതൃത്വം നൽകുമെന്നുള്ളത് മെയ് 2-ാം വാരം കണ്ടറിയാം.
ഏതായാലും ഐശ്വര്യ അനിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. തുടരുക ഐശ്വര്യയിലേക്ക് വരാം. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. കൊച്ചിയിൽ ഡാനി പോൾ ഉണ്ട്. സന്തോഷ് ഈപ്പൻ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഡാനി വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ്. കൂടുതൽ അറസ്റ്റുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് സൂചനകൾ ലഭിച്ചിരുന്നു. മറ്റു പല പ്രതികളുമുണ്ട്, അവരൊക്കെ അറസ്റ്റിലാകാനുമുണ്ട്. ഈ ഇഡിയുടെ ഇനിയുള്ള നീക്കം ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ സന്തോഷ് ഈപ്പിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചു. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, ലൈഫ് മിഷൻ കേസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായക നീക്കങ്ങളാണ് ഇ ഡി നടത്തുന്നത്, മുന്നോട്ട് പോകുന്നത്. എം ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് പിന്നീട് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റിലേക്ക് വരുന്നത്. അതിനുശേഷം ഇതിനിടയിലുള്ള ചോദ്യം ചെയ്യലുകളും അത് നിർണായകമായിരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്തു, തുടർച്ചയായ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇന്നലെ രണ്ടാം വട്ടവും ലൈഫ് മിഷൻ മുൻ CEO ആയ UV ജോസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. UV ജോസിനെ വിളിച്ചു വരുത്തുമ്പോൾ അതിൽ വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ട അതൊരു ഔദ്യോഗികമാവുന്നത്, അതിൻ്റെ ഒരു നടത്തിപ്പ് എന്ന രീതിയിലേക്ക് അത് ധാരണാപത്രത്തിലേക്ക് എല്ലാം പോകുന്നത് UV ജോസിൻ്റെ കാലത്താണ്. ഇതിൽ ഈ കോഴപ്പണം ഇതിൽ നൽകി എന്ന് പറയുമ്പോൾ സന്തോഷ് ഈപ്പന്റെ ഭാഷയിൽ കമ്മീഷൻ തുക എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ നൽകി, എത്രയൊക്കെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തമായ ചില കണക്കുകളുണ്ട്. അതിൽ സ്വപ്ന സുരേഷ് പറയുന്നത് 6 കോടിയിലധികം രൂപ ദിനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷ് ഈപ്പൻ്റേത് കണക്ക് അതിൽ കുറവാണ്. അപ്പോൾ ഇതിലുള്ള ഒരു പൊരുത്തക്കേട്, ഇതിൽ എവിടെയാണ് ഈ പണം വിതരണം ചെയ്തിട്ടുള്ളത്, ആർക്കൊക്കെ വിതരണം ചെയ്തു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രീതിയിലേക്ക് പോകണമെങ്കിൽ സന്തോഷ് ഈപ്പന് ഇനി ലഭിച്ചിട്ടുള്ള 2 ദിവസങ്ങൾ, ഇന്നും നാളെയുമുള്ള ആ ചോദ്യം ചെയ്യലിലായിരിക്കും വളരെ നിർണായകമാകുക. അതിനിടയിലാണ് UV ജോസിനെ വീണ്ടും വിളിച്ചു വരുത്തിയതെന്നെല്ലാം വളരെ നിർണായകം തന്നെയാണ്. ഇഡിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇനിയും ഇത് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും, അതിൽ തുടർ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. അതായത് വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയും. കാരണം ഇഡിയുടെ നീക്കങ്ങൾ ഇപ്പോൾ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നു, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ്. ലൈഫ് മിഷൻ കേസിൽ ഈ വ്യക്തമായ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഈ കോഴപ്പണം അത് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ ഇതിൻ്റെ ഒരു പങ്ക് പറ്റി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. നേരത്തെ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട ഡോളർ കടത്ത കേസ് അന്വേഷിച്ചിരുന്നു. അതിൽ ഈജിപ്ഷ്യൻ പൗരന് നൽകുന്നതിന് വേണ്ടി അദ്ദേഹം ഇതിലെ കൗൺസിലിലെ ജീവനക്കാരനായിരുന്നു, ചീഫ് അക്കൗണ്ടായിരുന്നു. അദ്ദേഹത്തിന് നൽകുന്നതിന് വേണ്ടി ഡോളറാക്കി അത് വിനിമയം ചെയ്തിട്ടാണ് നൽകിയിരുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷ് ഈപ്പൻ അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കേസുകളാണ്. അതിൽ ഏറ്റവും നിർണായകം ഇനിയിപ്പോൾ ലൈഫ് മിഷൻ കേസിൻ്റെ ഇഡിയുടെ അടുത്ത ചുവടുകൾ എന്ത് എന്നത് തന്നെയാണ്. ഇനിയും ഒരിക്കൽ കൂടി UV ജോസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UV ജോസിൻ്റെ ചോദ്യം ചെയ്യൽ ഇന്നലെ മണിക്കൂറുകൾ നീണ്ടു നിന്നിരുന്നു. അതിനുശേഷമാണ് ഈ സന്തോഷ് ഈപ്പൻ്റെ കസ്റ്റഡി കാലാവധി 2 ദിവസം കൂടി നീട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതകളും വളരെ സജീവമായിട്ട് തന്നെ അവശേഷിക്കുന്നുണ്ട്. ഈ കേസിൽ വളരെ നിർണായക നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് ചോദ്യം ചെയ്യലും കൂടുതൽ അറസ്റ്റുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. രഞ്ജിത്ത്. ശരി ഡാനി, എന്തായാലും ഒരു സജീവമായ വാർത്താ ദിനം തന്നെയാണ് കൊച്ചിക്കുമുള്ളത്. അവിടെ നിന്ന് ഇനിയും ഇഡിയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്കായി പറയുന്നു, പ്രഭാത കേരളം ഇന്നുള്ളത് തെക്കൻ കുരിശുമലയിലാണ്. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 40 ലക്ഷത്തോളം തീർത്ഥാടകർ ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടെ വന്ന് ദർശനം നടത്തി മടങ്ങുന്നു. ടൂറിസവുമായി ഏറെ ബന്ധപ്പെട്ട സ്ഥലം, തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള സ്ഥലം, നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് അല്ലെ. ഇവിടുന്ന് കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ, ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി എന്നറിയാൻ, എങ്ങനെ പുരോഗമിക്കുന്നു തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം എന്നറിയാൻ നമുക്കൊപ്പം ഡോക്ടർ വിൻസെന്റ് K. പീറ്റർ മോൺസിഞ്ഞോർ, ഡയറക്ടർ ആൻഡ് ഡയറക്ടർ തെക്കൻ കുരിശുമലയുടെ, അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രധാനപ്പെട്ട അദ്ദേഹത്തെ നമ്മൾ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ ഈ ടൂറിസം ഒപ്പം തീർത്ഥാടനം ഒരുമിച്ചുള്ള ഒരു പ്രദേശം, ഏതാണ്ട് 40 ലക്ഷത്തോളം പേർ വന്നു പോവുക എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തവണ ഈ കോവിഡിന് ശേഷം കുറെ അധികം ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് അവർക്കായി ഒരുക്കിയിരിക്കുന്നത്? തെക്കൻ കുരിശുമല തീർത്ഥാടനം 19-ാം തീയതി ആരംഭിച്ച്
ഒന്നാം ഘട്ടം 26-ാം തീയതി അവസാനിക്കുകയാണ്. രണ്ടാം ഘട്ടം ഏപ്രിൽ 6, 7 പെസഹ വ്യാഴം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങൾ നടക്കുകയാണ്. ഈ സമയങ്ങളിൽ 40 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. ഈ തീർത്ഥാടനം വൻ വിജയപ്രദമാക്കുന്നതിലേക്ക് വേണ്ടി 2 ഗവൺമെൻറ്റുകളുടെ സഹകരണം ആവശ്യമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും. ഈ നെറുകയിലെ കുരിശ് അവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത്. ആ മലയുടെ മുകളിലാണ് കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. ഈ മല മുകളത്രയും തമിഴ്നാട് പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രീൻ ആ കാര്യങ്ങളൊക്കെ കേരളത്തിലാണ്. അപ്പോൾ ഇതിനകം തന്നെ തമിഴ്നാട്ടിലെ കളക്ടറും ബന്ധപ്പെട്ട ഓഫീസേഴ്സുമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിലെ തിരുവനന്തപുരം ജില്ലാ കളക്ടറും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം കൂടി ഇവിടെ യാത്രാ സൗകര്യവും ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ നോക്കുന്നതിലേക്ക് വേണ്ടിയും ഗതാഗത സൗകര്യവും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റേയും സഹകരണം ആവശ്യപ്പെട്ടു. അവരിതിനകം തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തീർത്ഥാടന സമയത്ത് ഇവിടെ വരുന്ന വ്യക്തികൾക്ക് എല്ലാ പരിചരണവും ചെയ്യുന്നതിലേക്ക് വേണ്ടി 300 പേര് അടങ്ങുന്ന ഒരു വോളണ്ടിയേഴ്സ് ടീമിനെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ മല മുകളിൽ അത്രയും അവരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ടീം മാറി മാറി നിൽക്കും. അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിരിക്കുകയാണ്. ഇനി തീർത്ഥാടക ടൂറിസം എന്ന് പറയുമ്പോൾ മനുഷ്യജീവിതം ഒരു തീർത്ഥാടനമാണ്. അത് ഒരിടത്തും ഇങ്ങനെ അവസാനിക്കുന്നില്ല, ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുന്നില്ല. ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവിക യാഥാർത്ഥ്യമുണ്ട്. ആ ദൈവിക യാഥാർത്ഥ്യത്തിൽ മനുഷ്യൻ പോയെത്തുമ്പോഴാണ് തീർത്ഥാടനം പൂർത്തീകരിക്കുന്നത്. ഇനി ആ ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയിലേക്ക് തീർത്ഥാടകരായി തീരാൻ സാധിക്കുന്നത്. അപ്പോൾ നാം കാണുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, ആ ദൈവം എന്നുള്ളത് സ്നേഹമാണ്, അത് നീതിയാണ്, ദയയാണ്, എളിമയാണ്. അപ്പോൾ ദൈവികമായ സത്യങ്ങൾ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കുകയും ആ മനുഷ്യൻ ഈ ഒരു നന്മയോടുകൂടെ യാത്ര ചെയ്ത് അവിടെ തീർത്ഥാടനം ആ പ്രപഞ്ചായ ആ ഗുരുവിൽ, സദ്ഗുരുവിൽ അവസാനിപ്പിക്കുക എന്നതാണ് ഏകലക്ഷ്യം. ഈ പ്രത്യേകതകളുണ്ടല്ലോ, ഇത് എന്താണ് അതിൻ്റെ ഒരു ചരിത്രവും മറ്റ് കാര്യങ്ങളും ഒക്കെ? ഈ കുരിശുമലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സഖ്യപർവ്വത റേഞ്ചസിലാണ്, പർവ്വതനിരയിലാണ് ഈ ഭാഗം വരുന്നത്. സഖ്യപർവ്വതത്തിൻ്റെ നെറുകയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ തമിഴ്നാട് കേരള ഗവൺമെൻറ്റിൻ്റെ സംയുക്തമായിട്ടുള്ള ഒരു സംരംഭം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇവിടെ തെക്കൻ നാട്ടിൽ സാംക്രമിക രോഗങ്ങൾ, ആ കാഞ്ഞിരംകുളം ഭാഗത്തൊക്കെ സാംക്രമിക രോഗങ്ങൾ വന്ന സമയത്ത് അവിടെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായപ്പോൾ ഒരു കുടുംബം അവർ തീരുമാനിച്ചു, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ മല മുകളിലേക്ക് പോകാം. അവിടെ പോയ സമയത്ത് അവർക്കൊരു ഗുഹ, ഒരു അബ്ബ് അവിടെ കണ്ടെത്തി. അവിടെ അവരെ താമസിക്കുകയായിരുന്നു. അത് പപ്പൻ മകൻ ജോർജും കുടുംബമാണ് ആദ്യമായി അവിടെ പോയി താമസിച്ചത്. അതിനുശേഷം അവിടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങളും വന്യജീവിയുടെ അക്രമമൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്നതിലേക്ക് വേണ്ടി അവരുടെ കൈവശം ഉണ്ടായിരുന്ന കുരിശിൻ്റെ രൂപത്തോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അവർ ഈ മല മുകളിൽ ഒരു ചെറിയ കുരിശ് സ്ഥാപിച്ച് ആ കുരിശിനോട് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നീട് അന്നത്തെ ഇടവക വികാരിയായിരുന്ന താഴെ അത് മരക്കുരിശാണ്, ഇടവക വികാരിയായിരുന്ന ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD, അദ്ദേഹം ഒരു ബെൽജിയം മിഷണറിയാണ്. കുണ്ടങ്കോട് ഇടവകയിലാണ് അദ്ദേഹം ഇടവക വികാരിയായിരുന്നത്. അദ്ദേഹത്തോട് ഈ കാര്യം പറയുകയും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ്പരമായ കാര്യം നോക്കുന്നതിലേക്ക് വേണ്ടി ഈ മലമുകൾ കയറി ആ കുടുംബത്തെ സന്ദർശിക്കുകയും അവരോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അവരിലൂടെയാണ് അച്ഛന് ഇൻഫർമേഷൻ കിട്ടുന്നത്. അവിടെ ഇരിക്കുന്ന ആ കുരിശ്, ആ മരക്കുരിശ് ദിവ്യ കുരിശാണ്. അവരുടെ ജീവിതം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടി ആ കുരിശിനെ സാധിക്കുന്നു പറഞ്ഞുകൊണ്ട് അതിനുശേഷം അച്ഛൻ്റെ നേതൃത്വത്തിൽ 1957 മാർച്ച് മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 10 മണിക്ക് ആ നെറുകയിൽ അച്ഛൻ്റെ സാന്നിധ്യത്തിലും ഇടവജനങ്ങളുടെ സാന്നിധ്യത്തിലും ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയുണ്ടായി. ആ മരക്കുരിശാണ് പിന്നീട് അവിടെ നിന്ന് 1974 ഫാദർ ഫ്രാൻസിസ് നീറ്റാണി ഇപ്പോൾ കാണുന്ന 24 അടി ഉയരമുള്ള ഒരു മരക്കുരിശ്, ഒരു കോൺക്രീറ്റ് കുരിശ് അവിടെ സ്ഥാപിക്കുകയും ആ കുരിശ് ഇന്ന് അനേക പേർക്ക് സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായിട്ട് അവിടെ നിൽക്കുകയാണ്. മറ്റൊരു കാര്യം, 66ാമത് തീർത്ഥാടനമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഓരോ വർഷം കഴിയുന്തോറും തീർത്ഥാടകരുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ എന്താണ് ഇനിയുള്ളൊരു ആവശ്യം ഈ തെക്കൻ കുരിശുമലയുടെ? തെക്കൻ കുരിശുമലയുടെ ആവശ്യം എന്ന് പറയുന്നത്, അത് ദൈവം ഈ പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു രഹസ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്ത് മനുഷ്യരുടെ മനസ്സ്
ഈ ദൈവികതയിലേക്ക് ഉയരുന്നതിന് പകരം അത് തികച്ചും ഈ ലൗകികതയിലേക്കും സമ്പത്തിലേക്കും മാത്രം ഒതുങ്ങുകയാണ്. അവിടെ ഓരോരുത്തരും തങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഓരോ മനുഷ്യരും ഞാൻ ഒറ്റത്തുരുത്തായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓരോ മതങ്ങളും അത് വിഭാഗതയുടെ മതപരമായിട്ട് നീങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. ജാതികൾ, വർഗങ്ങൾ, അങ്ങനെ ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇന്ന് തിന്മയുടെ അല്ലെങ്കിൽ പൈശാചികളുടെ ഇടപെടലിലൂടെ മനുഷ്യനെ തുരുത്തുകളാക്കി ഒറ്റപ്പെടുത്തി ഈ ലോകത്തിൻ്റെ നശീകരണ പ്രക്രിയയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ബദലായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു മതാത്മക സംസ്കാരം അല്ലെങ്കിൽ ദൈവിക സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെ തീർത്ഥാടകരായിട്ട് വരുന്നത് ഒരു വിഭാഗക്കാരല്ല, ഒരു ജാതിക്കാരല്ല, ഒരു മതക്കാരല്ല. എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ഹിന്ദുക്കൾ വരുന്നുണ്ട്, മുസ്ലിങ്ങൾ വരുന്നുണ്ട്, മറ്റിതര മതസ്ഥർ വരുന്നുണ്ട്, ക്രൈസ്തവരായിട്ടുള്ള വിവിധ വിഭാഗക്കാർ വരുന്നുണ്ട്. എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കുരിശാണ്. കുരിശ് എന്ന് പറയുമ്പോൾ അത് ദൈവവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്, മനുഷ്യരുമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ ദൈവിക യാഥാർത്ഥ്യത്തിലാണ് അത് ആ കുരിശ് അവിടെ സ്ഥാപിതമായിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ സാധ്യതകൾ എന്ന് പറയുന്നത് ഇതിനകം തന്നെ കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തീർത്ഥാടന ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർത്ഥാടന ടൂറിസമായിട്ട് വരുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു റോഡ് ഇവിടെ ആ റോഡ് ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ അല്പം കിഴക്കാൻ തൂക്കായിട്ടുള്ള ഒരു റോഡാണ്. അപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധ്യത. ടൂറിസം വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ ചെയ്യാമെന്ന് MLA നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി റിയാസ്, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങ് മുകളിലൊക്കെ എത്തിച്ചേരാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എത്തിച്ചേരണമെങ്കിൽ ഒരു റോപ്പ് വേ ആവശ്യമാണ്. ആ റോപ്പ് വേയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരള തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് ഈ രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒഴുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ ഷിപ്പിൽ വരുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മല ഏരിയ വന്ന് കാണുവാൻ, പ്രകൃതിയെ വേണ്ടി ഇത് കാണാൻ പറ്റുന്ന ഒരു ഏരിയ. സാധ്യതകൾ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഹരിത കുരിശുമല ബോർഡുകൾ അതെന്താ, ഇത് അങ്ങനെ ഒരു പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് കാരണം? ഹരിത പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. ഗ്രീൻ മിഷൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് ഈ കുരിശിൻ്റെ മുകളിൽ വരെ താഴെ ഏറ്റവും വരെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക, എപ്പോഴും ക്ലീൻ ആയിരിക്കുക, പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴേ ഈ വർഷം മുതൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഹരിത കുരിശുമലയല്ല, ഹരിത തീർത്ഥാടനം എന്നുള്ളൊരു വാക്ക്. ഹരിത തീർത്ഥാടനത്തിൻ്റെ മെയിനായിട്ട് വരുന്നത് ഈ പ്രകൃതി ഹരിതമായിരിക്കണം, പ്രകൃതിയുടെ ജീവൻ സംരക്ഷിക്കണം, അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഹരിതമായിരിക്കുന്നതാണ്. ആ ഹരിതം അവന് ഒരു മനുഷ്യജീവിതം ഹരിതമാക്കുന്നത് അവനിൽ കിടക്കുന്ന സ്നേഹം, വിശ്വസ്തത, കാരുണ്യം, വിനയം, സാഹോദര്യം, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഹരിതമാക്കുന്നത്. ആ വ്യക്തിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. കാരണം ഓൺലി ഗുഡ് ക്യാൻ എക്സിസ്റ്റ് എന്നുള്ളതാണ്. നന്മ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, വേറെ ഒന്നും നിലനിൽക്കില്ല. ബാക്കിയൊക്കെ അപ്പോൾ ഒരു മനുഷ്യൻ ഈ പ്രകൃതിയിൽ ജീവിച്ചു എന്ന് കാണുകയാണെങ്കിൽ അവ എത്രത്തോളം നന്മ ചെയ്തു, അതാണ് ജീവിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും വളരെ വൃത്തിയായി തന്നെ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് അത് വളരെ പ്രത്യേകതയാണ്. അത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ ഒരു അധികൃതർ എല്ലാവരും. എന്തായാലും ഫാദർ, ഞങ്ങൾ നല്ല തീർത്ഥാടനകാലം ആശംസിക്കുകയാണ്. കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും ഈ മല കയറി താങ്ക് യു ഫാദർ. ഈ മല കയറി ഇറങ്ങുന്ന ഓരോരുത്തരും ഒരു വലിയ തിരിച്ചറിവോടെയാണ് ഇറങ്ങുന്നത്. ഫാദർ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഈ ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ വരുന്നു. ഫാദർ പറഞ്ഞ ആ ഒരു തിരിച്ചറിവോടുകൂടി പോകുന്നു. ഈ പറഞ്ഞതുപോലെ ഈ ഹരിത രീതിയിൽ ജീവിക്കാനുള്ള ക്രമീകരണം ദൈവത്തോട് അടുക്കുന്നു. അതെ, ഒരുപാട് കാര്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ തെക്കൻ കുരിശുമല എന്ന് പറയുന്ന ഈ തീർത്ഥാടന കാലത്ത്. വളരെ മനോഹരമായ ഈ മല കയറാനായി ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണത്. ഒന്നാം ഘട്ടമേ ആയിട്ടുള്ളൂ. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഫാദർ പറഞ്ഞ പോലെ 40 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം, പ്രത്യേകിച്ചും നമുക്കറിയാം വലിയ വെയിലുള്ള സമയമാണ്, ചൂടുള്ള സമയമാണ്, കുടിവെള്ളം അടക്കം അവർക്ക് ഒരു അസൗകര്യങ്ങളും വരാതെ കൃത്യമായി അവരെ തിരിച്ചയക്കുക എന്നുള്ളൊരു നീക്കവുമായാണ് ഇപ്പോൾ അധികൃതർ പ്രത്യേകതയുള്ള ഒരു കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ നമ്മളുടെ പ്രതിനിധികൾ, റിപ്പോർട്ടർമാരൊക്കെ തയ്യാറാണ്. കൂടുതൽ വാർത്തകളുമായി പ്രേക്ഷകരിലേക്ക് കൂടുതൽ വാർത്തകളും എത്തിക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇടവേളയ്ക്ക് ശേഷം.
തെക്കൻ കുരിശുമലയുടെ മനോഹരമായ കാഴ്ചക്കൊപ്പമാണ് ഞാനും അശ്വതിയും ഇന്നുള്ളത്. അതെ, പ്രഭാത കേരളം ഇന്ന് തെക്കൻ കുരിശുമലയിൽ നിന്നാണ് ഇവിടുത്തെ വിശേഷങ്ങളും ഒപ്പം വാർത്തകൾ ഇതിന്റെ പശ്ചാത്തലത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വലിയ ഉയരത്തിൽ അല്ലെങ്കിൽ പോലും ഇവിടെ തന്നെ വലിയ നല്ല കാറ്റാണ്, ചെറിയ ഇളം വെയിലൊക്കെ ആയിട്ട് നല്ലൊരു പ്രഭാതം. അതെ, അത് കുരിശിലേക്ക്, അത് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് അതെ അതെ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്രകൃതി രമണീയമാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കിപ്പോ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാകും. അത്രയും കാറ്റുണ്ട്, നല്ല ശരി, നമുക്ക് ഇനിയിപ്പം കൂടുതൽ വാർത്തകളിലേക്ക് പോകണം. വാർത്തകൾ എന്ന് പറയുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് DC സെക്രട്ടറി നദീറ സുരേഷിന്റെ വീട്ടിൽ ഇഡിയും ആദായ നികുതി വകുപ്പും വലിയ റെയ്ഡ് നടത്തിയിരുന്നു. നദീറയുടെ ഭർത്താവിന് ഫാരിസ് അബൂബക്കറുമായി ബന്ധമുണ്ടെന്നും നിരവധി രേഖകൾ പിടിച്ചെടുത്തുവെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഐശ്വര്യ അനിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകും. ഐശ്വര്യ, ഈ റെയ്ഡിനെ തുടർന്ന് ഇഡിയുടെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകുമോ? ഇന്നലെ തന്നെ ഒരുപാട് വസ്തുക്കൾ ഈ തിരുവനന്തപുരം നഗരത്തിലും ഒക്കെയായി ഇവർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇതിനപ്പുറത്തേക്കുള്ള കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് ഇഡി പോകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ വിഷയത്തിൽ നേരത്തെ ആ പ്രദേശവാസികൾ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലായി ഇവർക്ക് ഭൂമിയുണ്ട്, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. പക്ഷേ ഇഡിയും ആദായ നികുതി വകുപ്പും അന്വേഷിക്കുന്നത് കൊച്ചിയിലെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചാണ്. ഫാരിസ് അബൂബക്കറിന്റെ ബെനാമിയാണ് ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെ ഭർത്താവ് സുരേഷ് കുമാർ എന്നുള്ളതാണ് ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തു പറയേണ്ടത് 35 മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ അവിടെ നിന്ന് നിർണായകമായ തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നടപടി ഇഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ ആ സമയത്ത് തന്നെ എത്തിച്ചതാണ്. 2 ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകൾ ഒക്കെ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ അന്വേഷണം അവരിലേക്ക് കൂടി എത്തി നിൽക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇഡിയുടെ തുടർ നടപടി ഉണ്ടാകും. ഒപ്പം ഇനി ഒരുപക്ഷെ ഇന്നലെ നമ്മൾ അവിടെ എത്തിയതോടുകൂടിയാണ് അവിടെ നിന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്നതടക്കമുള്ള ഒരു രീതി അവിടെ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മാധ്യമ ശ്രദ്ധ വന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇഡിയും ആദായ നികുതി വകുപ്പും അവിടെ നിന്ന് മടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയും റെയ്ഡ് ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഈ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഇഡിയുടെ ഭാഗത്തു നിന്നോ ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെയും വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം തന്നെ ഇഡിയുടെ തുടർ നടപടി എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതാണ് ഇനിയും കൂടുതൽ വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. നമുക്ക് വിനേഷ് കുമാറിലേക്ക്, കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. വിനേഷ്, ഈ ഫാരിസ് അബൂബക്കറിന്റെ ബന്ധങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഈ പോലീസ് ഇയാളോട് നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇഡിയുമായി ബന്ധപ്പെടാനുള്ള ആവശ്യമുണ്ട്. കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തു എന്നറിയുന്നു. ആദായ നികുതി വകുപ്പിന് പുറമെ ഇഡിയും ഫാരിസുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? തിരുവനന്തപുരത്തും റെയ്ഡ് നടത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡിനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഞ്ജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഫാരിസ് അബൂബക്കറിനോട് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെത്താൻ, അതായത് നാട്ടിലെത്താനാണ് ഇപ്പോൾ ഇഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇൻകം ടാക്സിന് പിന്നാലെ ഇഡി ആയിരിക്കും ഇനിയുള്ള റെയ്ഡും മറ്റു പരിപാടികളും പരിശോധനകളും നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കോഴിക്കോടാണ് ഫാരിസ് അബൂബക്കറിന്റെ വീട്, കൊയിലാണ്ടി നന്ദിയിലാണ്. ഇവിടേക്ക് വീട്ടിലേക്കാണോ അദ്ദേഹം എത്തുക, ചെന്നൈയിലെ ഓഫീസിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ആദായ നികുതി വകുപ്പിലെ ചെന്നൈ യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. കാരണം ഈ ഫാരിസ് അബൂബക്കറിന്റെ സ്വത്തുക്കളും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നതിന്റെ പ്രധാന ഹെഡ് ഓഫീസ് എന്നറിയപ്പെടുന്നത് ചെന്നൈയിലാണുള്ളത്. നമുക്കറിയാം, ദീപിക പത്രം അദ്ദേഹം നടത്തിയ സമയത്തെല്ലാം തന്നെ ചെന്നൈയിലായിരുന്നു. പള്ളിക്കാരിൽ നിന്ന് ദീപിക പത്രം അദ്ദേഹം വാങ്ങിക്കുകയും പിന്നെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു, അദ്ദേഹമായിരുന്നു ഡയറക്ടർ. അദ്ദേഹം നടത്തിയതെല്ലാം തന്നെ ചെന്നൈയിൽ ഇരുന്നു കൊണ്ടായിരുന്നു. ഇങ്ങനെ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ഈ വിദേശങ്ങൾ, അതായത് ഈ വിദേശങ്ങളും നിരവധി ബിസിനസ്സുകൾ ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ ഓഫീസിലേക്കായിരിക്കും വരിക. ചെന്നൈയിലെ ഓഫീസിലായിരിക്കും ഒരുപക്ഷെ ചോദ്യം
ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദായനികുതി വകുപ്പിന് മൊഴി കൊടുക്കേണ്ടത് ചെന്നൈയിലായിരിക്കും. പക്ഷേ ED ഒരുപക്ഷെ കേരളത്തിൽ തന്നെയായിരിക്കും. കേരളത്തിൽ നിന്നുള്ള ED സംഘമായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാട്ടിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രമുഖരുമായെല്ലാം തന്നെ വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് CPM-ലെ പിണറായി വിഭാഗം അല്ലെങ്കിൽ പിണറായി ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുമായി വലിയ ബന്ധം ആദ്യം തന്നെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്നും നിലവിൽ അത്തരത്തിലുള്ള ഇതില്ല. അതായത് കോഴിക്കോട് അങ്ങനെ ഒരു വിവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഫാരിസ് അബൂബക്കറിന്റെ ബിസിനസ് സംബന്ധിച്ച്, കാരണം 28ാമത്തെ വയസ്സിൽ തന്നെ വലിയ സമ്പന്നനായി മാറിയ ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ നിരവധി ആരോപണങ്ങളും ഉണ്ടായിരുന്നു. കിഡ്നി റാക്കറ്റുമായി ബന്ധമുണ്ട്, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും നിലനിന്നിരുന്നു. എന്തായാലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ കള്ളപ്പണം ഉപയോഗിച്ചു എന്ന പേരിന് ആരോപണത്തിലാണ്. ഇപ്പോൾ അയാളുടെ പേരിൽ അങ്ങനെ ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. ഇനി ഇതിന് പിന്നാലെ ED പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. അടുത്തത് EDയുടെ ഊഴമാണ്. ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും കൂടുതൽ പരിശോധന നടത്താനും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി ദിനേശ്, എന്തായാലും നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുകയാണ്. നമ്മൾ ഐശ്വര്യയിലേക്ക് തിരുവനന്തപുരത്ത് ഇനിയും വാർത്തകൾ തരാനുണ്ട്. ഐശ്വര്യക്ക് എന്തായാലും ചാകരയാണ് വാർത്തകൾ. അതെ, ഞങ്ങൾക്കൊപ്പം ഐശ്വര്യ. ഇവിടെ തെക്കൻ കുരിശുമലയിൽ നല്ല കാറ്റാണ് കേട്ടോ. ഞങ്ങളിപ്പോ കുറച്ച് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരുപാട് മുകളിലേക്ക് പോകുന്നത് പോലെ തന്നെ ഇവിടെ നല്ല കാറ്റാണ്, നല്ല അന്തരീക്ഷമാണ്. ചെറിയ അതെ നല്ല തണുത്തൊരു കാറ്റ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നല്ല ചൂടുള്ള വാർത്തകളാണെങ്കിൽ ഇവിടെ നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ വാർത്തയുടെ ആ ഗൗരവത്തിൽ നിന്ന് പലപ്പോഴും വിട്ടുപോകുന്നു അല്ലെ, ഈ ഒരു പ്രകൃതി രമണീയത കൊണ്ട് എന്ന് പറയാം. കാരണം തെക്കൻ കുരിശുമല നമുക്കറിയാം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടൂറിസം. നേരത്തെ ഫാദർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇനിയും ഇവിടെ ഒരുപാട് വികസിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വരണം. റോപ്പ് വേ അടക്കമുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതെ, തീർത്ഥാടകർ 40 ലക്ഷം പേരെന്ന് പറയുമ്പോൾ അവരെ റോപ്പ് വേ ഒക്കെ വന്നാൽ വളരെ അത്യാവശ്യമാണ്. കാരണം ഇത്രയധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് മറ്റൊരു കാര്യം, വിദേശികൾ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം ഫാദർ പറഞ്ഞു. ഇഷ്ടമുള്ള കാര്യമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യം ഫാദർ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ഇങ്ങോട്ടേക്കുള്ള വരവ് വർദ്ധിക്കും. തീർച്ചയായും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുപാട് വർധനവ് വേണം. സർക്കാരിന്റെയും മറ്റു സംവിധാനങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് കൂടുതലായി പതിയേണ്ടതുണ്ട്. കാരണം ഞാനിത് ഈ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ഷോയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് കേൾക്കുന്നത്. ഇത് കേട്ടറിഞ്ഞു വരുന്ന ഇനി ഒരുപാട് ആളുകൾ സ്വാഭാവികമായും ഇനിയും ഇതിന്റെ പ്രശസ്തി അങ്ങോട്ട് വർദ്ധിക്കുകയുള്ളൂ ഓരോ വർഷം കഴിയുമ്പോൾ. നമ്മുടെ ഈ പുറകുവശത്തൊക്കെ നമ്മൾ ശരിക്കും കാണുന്ന ഒരു കാട് വനമേഖല തന്നെയാണ്. ഈ നമ്മൾ ഇവിടെ ഒരുപാട് ഇപ്പം ഈ മൈക്ക് വെച്ചിട്ട് വലിയ ബഹളവും ഒരുപാട് ആളുകളും ഒക്കെ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ പോലും വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ വാനരന്മാരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാട്ട് ഈ വനപ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഐശ്വര്യോട് നമ്മൾ ഇനി ഒരുപാട് തരം കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കണ്ട. കാരണം ഐശ്വര്യ ഇങ്ങോട്ടൊന്ന് വരാൻ വേണ്ടിയൊക്കെ ഇനി വളരെ പെട്ടെന്ന്. അതെ അതെ, ഐശ്വര്യ എന്തായാലും ഇങ്ങോട്ടൊന്ന് വരണം, വന്ന് കാണണം കേട്ടോ. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ഐശ്വര്യ, നമുക്ക് ഇനി പോകാനുള്ളത് സെക്രട്ടേറിയറ്റിലെ പഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലേക്കാണ്. ആക്സസ് കൺട്രോൾ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജീവനക്കാർ ഈ പഞ്ച് ചെയ്ത് മുങ്ങുന്ന അത് ഇനി നടക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും അല്ലെ? അപ്പൊ ഈ സംഘടനകളുടെ വലിയ എതിർപ്പുണ്ട്. ഈ എന്തായാലും സംഘടനകളുടെ എതിർപ്പ് മറികടന്ന് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് എന്തായിരിക്കും ഇനി അവരുടെ നീക്കം? രഞ്ജിത്ത്, അശ്വതി, സ്വാഭാവികമായും സംഘടനകൾ ഈ വിഷയത്തെ എതിർക്കുന്നുണ്ട്. കാരണം സെക്രട്ടേറിയറ്റിൽ നേരത്തെ മുതൽ തന്നെ പഞ്ചിങ് സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഈ ആക്സസ് കൺട്രോൾ സംവിധാനം കൂടി വരുന്നതോടുകൂടി പഞ്ച് ചെയ്ത് അവിടെ നിന്ന് മുങ്ങാൻ കഴിയില്ല. അതായത് അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും കൃത്യമായി ഇത് നോട്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സംഘടനകൾ ഇതിനെ എതിർക്കുന്നത്. ഒരുപക്ഷെ രഞ്ജിത്ത് ചോദിച്ചതുപോലെ ഈ സാധാരണക്കാർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അവരെത്തുമ്പോൾ എപ്പോഴും ഉദ്യോഗസ്ഥരെ കിട്ടും എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ടതും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ പഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് വരുന്നതും അതായത് അതിന്റെ ഒരു ടൈം അത് കൃത്യമായി നോട്ട് ചെയ്ത് അതിൽ സാലറിയിൽ അതായത് ഇത്തരത്തിൽ കുറെ അധികം നേരം പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായും ഈ ആക്സസ് കൺട്രോൾ സംവിധാനം വഴി കണ്ടുപിടിക്കുകയും ശമ്പളത്തെ പോലും ബാധിക്കാനുള്ള ഒരു കാരണമായി ഇത് മാറുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സംഘടനകൾ എതിർക്കുന്നത്. പക്ഷേ
സംഘടനകളെ മറികടന്നുകൊണ്ട്, അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി വിവിധ സംഘടനകൾ ഇതിനെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സെക്രട്ടേറിയറ്റിൽ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം വന്നെങ്കിൽ പോലും മറ്റ് സർക്കാർ ഓഫീസുകളിൽ ഈ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം വരുന്നത് വൈകുന്നു എന്നുള്ള വിമർശനം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിൽ കർശന നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ വേഗത്തിലാക്കാനുള്ള കർശന നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ ജനുവരിയിൽ ഇത് നടക്കുമേ അല്ലെങ്കിൽ പൂർണ്ണതോതിൽ നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിലൊരു കാലതാമസം, ഈ സ്പാർക്കുമായി ബന്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് അതിലൊരു കാലതാമസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മാർച്ച് 31-നകം ഇത് പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും വലിയ രീതിയിൽ, അതായത് ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് ഒരു കർശന നിർദ്ദേശം നൽകുന്നത്. കളക്ടറേറ്റുകളിലും വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിലും നേരത്തെ ജനുവരി 1-ന് മുൻപായി തന്നെ ഇത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും വലിയ തോതിലൊരു കാലതാമസം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നത്. ഇനിയും ഇത് വൈകിയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള കർശന നിലപാടാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു വിഷയം, പാറ്റൂരിലെ വീട്ടമ്മയെ ആക്രമിച്ച കേസിൽ ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിനായിട്ടില്ല എന്നുള്ളതാണ്. പോലീസുകാർക്കെതിരെയൊക്കെ നടപടി ഉണ്ടായെങ്കിൽ പോലും ഈ പ്രതിയിലേക്ക് എത്തും. നേരത്തെ അശ്വതി പറഞ്ഞ പോലെ പ്രതിയിലേക്ക് ഇപ്പോഴെത്തും എന്ന് ഈ പോലീസുകാർ സ്ഥിരമായി പറയുന്നുണ്ട്. പക്ഷേ പോലീസിന് അനാസ്ഥ കൊണ്ട് തന്നെ പ്രതി എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു, പ്രതിയെക്കുറിച്ചുള്ള സൂചനയില്ല. CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ പ്രതിയിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ട് ഐശ്വര്യ പോലീസിന്? രഞ്ജിത്ത്, അശ്വതി, ഈ പാറ്റൂരിലെ വീട്ടമ്മയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനോട് ബന്ധപ്പെടുമ്പോൾ പ്രതിയെ ഉടൻ പിടികൂടും എന്നുള്ള ഒരു മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. അതിൽ അവർ എടുത്തു പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണവുമായാണ് നിലവിൽ പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിടികൂടുന്നതിലുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ അയാളെ കണ്ടെത്തുന്നതിലുള്ള കാലതാമസം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. എന്തായാലും ഈ സംഭവം നടന്ന് ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഈ പ്രത്യേകിച്ച് ഈ തലസ്ഥാനത്ത് നമുക്കറിയാൻ പറ്റും, തലസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലൊക്കെയും തലസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി പാറ്റൂരിലെ വീട്ടമ്മയെ ആക്രമിച്ച ഒരു സംഭവം കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പിടികൂടണം, ഉടനടി പിടികൂടണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉടൻ പ്രതിയെ പിടികൂടും എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും, പ്രതിയിലേക്ക് ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ പെട്ടെന്ന് ഐശ്വര്യ, ഈ ലോ കോളേജിലെ വിഷയത്തിലൂടെ ഒന്ന് പോകണം. ഇന്ന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വളരെ പെട്ടെന്ന്. തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട സമവായ ചർച്ചകൾ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ വിളിച്ചെങ്കിൽ പോലും അത് പരാജയപ്പെടുകയായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ, അതായത് ആദ്യ ചർച്ചയിൽ ഈ കേസുകൾ പിൻവലിക്കാമെന്ന് SFIയും KSUവും സമ്മതിച്ചിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് SFI പ്രവർത്തകർക്കെതിരെ അധ്യാപികയെ ആക്രമിച്ച കേസിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കേസ്, അധ്യാപിക കേസ് പിൻവലിച്ചാൽ മാത്രം തങ്ങൾ കേസുകൾ പിൻവലിക്കാം, ഈ ഓഫ്ലൈൻ ക്ലാസുകൾക്ക് സമ്മതിക്കാം, അതായത് റെഗുലർ ക്ലാസുകൾ ആരംഭിക്കാം എന്നുള്ള രീതിയിലേക്ക് SFI നിലപാടെടുത്തു. അധ്യാപിക കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് സമവായ ചർച്ചകൾ ഒരു പരിഹാരവുമാകാതെ പിരിഞ്ഞത്. എന്തായാലും ഇന്നും ഓൺലൈൻ ക്ലാസ് തന്നെ തുടരും. ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നവരെ ഒരു ലോ കോളേജിൽ ഓൺലൈൻ ക്ലാസ് തുടരാനാണ് തീരുമാനം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കേസ് പിൻവലിക്കില്ല എന്നുള്ള നിലപാട് അധ്യാപിക നമ്മളോട് ആവർത്തിച്ചു പറയുകയാണ്. രഞ്ജിത്ത്, അശ്വതി. ഐശ്വര്യ അനിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഒരുപാട് വാർത്തകൾ ഐശ്വര്യ പറഞ്ഞു പോയി. ഐശ്വര്യ നമുക്കൊപ്പം ചേരും. ഐശ്വര്യ, എന്തായാലും നല്ലൊരു ദിവസം, നല്ലൊരു വാർത്താ ദിനം ആശംസിക്കുകയാണ്. നമ്മളിനി പോകുന്നത് പത്ര വാർത്തയിലേക്കാണ്, പത്രം 18ലേക്കാണ്. ഇന്ന് പത്രം 18മായി ചേരുന്നത് VS കൃഷ്ണരാജാണ്. പത്രങ്ങളിൽ ഒരുപാട് വാർത്തകളുണ്ടല്ലോ കൃഷ്ണരാജ്, പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാവും, ഒപ്പം പത്രങ്ങളുടേതായ രീതിയിലുള്ള വാർത്തകൾ ഒരുപാട് ഉണ്ടാകും. എന്തൊക്കെയാണ് നമ്മൾ ഈ പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിയുന്നത്, പ്രേക്ഷകർ അല്ലെങ്കിൽ വായനക്കാർ വായിച്ചെടുക്കുന്ന വാർത്തകൾ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, അശ്വതി. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. പുലർച്ചെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് തയ്യാറെടുത്ത് 10-60 കിലോമീറ്റർ അകലെ പോയി പ്രഭാത കേരളം അവതരിപ്പിക്കുന്നതിൻ്റെ ഉറക്കച്ചടവൊന്നും ആ മുഖത്ത് തീരെ കാണാനില്ല. സന്തോഷം.
നമുക്ക് പത്രവിശേഷങ്ങളിലേക്ക് വരാം. നിരവധി വാർത്തകളാണ് ഇന്നാകെയും ഉള്ളത്. പ്രധാന വാർത്ത മനോരമയിലേക്ക് വന്നാൽ സഭ പിരിഞ്ഞു എന്നതാണ്. അതായത് പരിഹാരമില്ലാതെ ഭരണ പ്രതിപക്ഷ പോര് തുടർന്നു. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയേണ്ടി വന്നു. നടുത്തളത്തിൽ 5 പ്രതിപക്ഷ അംഗങ്ങളുടെ സത്യാഗ്രഹം. 1.5 മണിക്കൂറിനുള്ളിൽ സർക്കാർ പാസ്സാക്കിയത് 6 ബില്ലുകൾ എന്ന വാർത്തയാണ് മുഖപ്പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് പ്രതിപക്ഷം ഒരു ചുവട് പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഭരണപക്ഷവും കടുത്ത നിലപാടെടുത്തു. അങ്ങനെ അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയേണ്ടി വന്നു എന്ന വാർത്ത ഒന്നാമത്തെ പേജിൽ. അവരുടെ എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ ഇന്ന് ലോക ജലദിനമാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. വരൾച്ചയുടെ കാലമാണ്. വേനൽ കടുത്തു നിൽക്കുന്നു. ഇടയ്ക്കിടെ ആശ്വാസമായി വേനൽ മഴ എത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രതിസന്ധിയാണ്. പലയിടങ്ങളിലും ചൂട് കൂടുതലാണ്, വെള്ളം കിട്ടാനില്ല. ആ അവസ്ഥയിൽ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം, ഒരു വിലയിരുത്തൽ ഈ എഡിറ്റോറിയൽ പേജിലെ വാർത്തയ്ക്കുണ്ട്. വെള്ളമെന്ന വേദന എന്ന തലക്കെട്ടോടുകൂടി പണ്ട് നമ്മുടെ നാടിനെയും ജീവിതത്തെയും പരിപോഷിപ്പിച്ച നദികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, നാം നദികളോട് ചെയ്യുന്നത് എന്താണ്, അവയ്ക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്ന വളരെ മനോഹരമായ ഒരു ചർച്ച ആണ് വാർത്തയായി മാറുന്നത്. നമ്മൾ വെള്ളത്തിനു വേണ്ടി നേരിടുന്ന പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ, അതിനുവേണ്ടിയുള്ള 3 പരിഹാര നിർദ്ദേശങ്ങളും അടങ്ങുന്ന സമഗ്രമായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മനോഹരമായ ചിത്രം കൂടി ഉൾപ്പെടുത്തുന്ന, വരണ്ട പ്രദേശത്ത് ഒരു വള്ളത്തിൽ ഒറ്റയ്ക്ക് തുഴയുന്ന ഒരു ചിത്രം കൂടി കാണിക്കുന്ന ഒരു മനോഹരമായ വാർത്ത വിലയിരുത്തലാണ് അവരുടെ എഡിറ്റോറിയൽ പേജിൽ ഉള്ളത്. അതായത് നമ്മുടെ നദികളിലെയും തോടുകളിലെയും ജലനിരപ്പ് അപകടകരമായ നിലയിൽ താഴ്ന്നു കഴിഞ്ഞു. മഴക്കാലത്ത് കരകവിഞ്ഞൊഴുങ്ങി പ്രളയമുണ്ടാക്കുന്ന നദികളുടെ അടിത്തട്ട് വേനൽക്കാലത്ത് പൂർണ്ണമായും വറ്റി വിണ്ടുകീറുന്നു തുടങ്ങി വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് ആ വാർത്തയിൽ ആകെയും കാണാനാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം പെരുമാതുറയിൽ ഒരു കുട്ടി അമിതമായ ലഹരി സുഹൃത്തുക്കൾ നൽകി ഉപേക്ഷിച്ചു പോയി. ആ കുട്ടി മരിച്ചു. ആ വാർത്തയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. ലഹരി ചുഴിയിലാണ് പെരുമാതുറ, അത് അശാന്തിയുടെ തീരമാണ് എന്ന തലക്കെട്ടോടെ ഒരു കുഞ്ഞു വാർത്ത വരുന്നു. ഒരാൾ കസ്റ്റഡിയിലായി എന്ന വാർത്ത. ഉമ്മ എനിക്കിരിക്കാനും നിൽക്കാനും വയ്യ എന്ന അവസ്ഥ മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് ആ കുട്ടി ഉമ്മയോട് പറഞ്ഞത്. അതായത് അമ്മയുടെയും സഹോദരിയുടെയും കൺമുന്നിലായിരുന്നു ആ കുട്ടി മരിച്ചു വീണത്. ആ വാർത്ത വളരെ വൈകാരികമായി എന്നാൽ വളരെ കൃത്യതയോടെ ചെയ്യാൻ മനോരമ ശ്രമിച്ചിട്ടുണ്ട്. ലഹരി ഉള്ളിൽ ചെന്ന ഇർഫാൻ കടുത്ത അസ്വസ്ഥതകൾ കാട്ടി മരണത്തിലേക്ക് നീങ്ങിയത് മാതാവിൻ്റെയും സഹോദരിയുടെയും കൺമുന്നിലാണ്. ഒരാൾ കസ്റ്റഡിയിലായി. 17-കാരൻ്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ സുഹൃത്തുക്കളുടെ പ്രേരണയാലുള്ള അമിത ലഹരി ഉപയോഗമെന്ന് അമ്മ ആരോപിക്കുകയാണ്. ആ വാർത്ത വളരെ സമഗ്രമായി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്ത വിജിലൻസ് ഡിവൈഎസ്പിക്കെതിരെ വിജിലൻസ് കേസ് എന്നതാണ്. അതായത് തിരുവനന്തപുരത്തെ വിജിലൻസ് ഡിവൈഎസ്പി പി വേലായുധൻ നായർക്കെതിരെ വിജിലൻസ് കേസെടുത്തു. കൈക്കൂലി വാങ്ങുന്നതിന് പിടികൂടിയ ഉദ്യോഗസ്ഥനുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്, പണമിടപാടുണ്ട് എന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് കേസ് എന്ന് ആ വാർത്തയിൽ പറയുന്നു. പോലീസിലെ ക്രിമിനലിസത്തിൻ്റെ മറ്റൊരു തെളിവായി ഈ വാർത്ത മാറുകയാണ്. വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് അതിലാകെയും വരുന്നത്. കേസിലെ പ്രതിയായ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനെ ദിവസങ്ങൾക്ക് മുൻപ് 25,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് കൈയോടെ പിടികൂടി ജയിലിലടച്ചിരുന്നു. ഈ പ്രതിയുമായി വേലായുധൻ നായർ സാമ്പത്തിക ഇടപാട് നടത്തി എന്ന വാർത്തയാണ് ഇതിൽ വരുന്നത്. മറ്റൊരു ഉൾപേജിലേക്ക് വന്നാൽ മനോരമയുടെ ഒരു ചിത്രം വളരെ ശ്രദ്ധേയമാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലും തൻ്റെ മണ്ഡലത്തിലടക്കം വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അവിടെ മുട്ടിലിൽ ബംഗളൂരു കേരള സമാജം സാന്ത്വന ഭവനം പദ്ധതി ഉദ്ഘാടന ചടങ്ങിനിടെ തിരിതെളിക്കാൻ സമാജം സെക്രട്ടറി ശ്രമിക്കുമ്പോൾ ആ കൊള്ളി പുറത്തേക്ക് വീണു. അത് വിശിഷ്ട അതിഥികൾ നിൽക്കുന്ന വേദിയിൽ രാഹുൽ ഗാന്ധി തന്നെ പുറത്തേക്ക് വന്ന് ആ കൊള്ളിയെടുത്ത് തിരിച്ച് അവരെ ഏൽപ്പിക്കുന്ന ആ ഒരു ദൃശ്യം വളരെ മനോഹരമായി പകർത്തിയിരിക്കുന്നു. മറ്റൊന്ന് മനോരമയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, BJP ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ രാഷ്ട്രീയ കക്ഷിയെന്ന് US പത്രമായ വാൾ സ്ട്രീറ്റ് ജേണൽ നിരീക്ഷിക്കുന്നു. വളരെ കൃത്യമായ ഒരു വാർത്തയുണ്ട്. BJPയെ ലോകം തീരെ മനസ്സിലാക്കിയിട്ടില്ല എന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. അമേരിക്കയുടെ ദേശീയ താൽപ്പര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുപ്രധാന വിദേശ രാഷ്ട്രീയ പാർട്ടി BJPയാണ്. അതായത് അമേരിക്ക അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ രാഷ്ട്രീയ കക്ഷി ഇവരാണ്. അവരെ ലോകം തീരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നു. ഇസ്രയേലിലെ ലിക്വിഡ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്നീ 3 പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധേയമായ തത്വങ്ങൾ സങ്കലനം ചെയ്ത പാർട്ടിയാണ് BJP എന്നുകൂടി ആ വാർത്തയിൽ പറയുന്നുണ്ട്. അവരുടെ സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ
ഏകദിന പരമ്പരയിലെ നിർണായകമായ മൂന്നാമത്തെ മത്സരമാണ്. ആദ്യ ഏകദിനം ഇന്ത്യ ജയിച്ചു, രണ്ടാമത്തേത് ഓസ്ട്രേലിയ ജയിച്ചു. രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ ബാറ്റിംഗ് അത്ര മികച്ചതായിരുന്നില്ല. രണ്ടാമത്തേതിൽ അമ്പേ പാളിപ്പോയി. ഏറ്റവും വലിയൊരു പരാജയമാണ് ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ഏറ്റുവാങ്ങിയത്. ഇന്ന് ചെപ്പോക്കിൽ, ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാപ്ഷൻ വളരെ മനോഹരമാണ്. ചെപ്പ് തുറന്നാൽ വിജയക്കപ്പ് എന്നാണ് തലക്കെട്ട്. തുടർച്ചയായി പരാജയപ്പെടുന്ന ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയെ വിമർശിച്ചു തുടങ്ങുന്ന ഒരു വാർത്തയാണ്. ഇന്ത്യക്ക് അഗ്നിപരീക്ഷയാണ്. വിജയം ഓസീസിൻ്റെ സ്റ്റാർക്കിനെ എങ്ങനെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നേരിടുക, അദ്ദേഹം അത്രത്തോളം ഫോമിലാണ് തുടങ്ങിയ നിരീക്ഷണം വരുന്നു. സൂര്യൻ ഉദിക്കുമോ എന്ന ഒരു വാർത്ത കൂടി അതിലേക്കുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടു പോയി. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മിച്ചൽ സ്റ്റാർക്കിന് മുന്നിൽ 2020 ഹീറോ സൂര്യകുമാർ യാദവ് പുറത്താകുന്നു. ആ സൂര്യൻ ഇന്ന് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. തുടർച്ചയായ ഗോൾഡൻ ഡക്കുകൾ. കഴിഞ്ഞ 10 മത്സരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്കോർ 34 സൂര്യകുമാർ യാദവിൻ്റെ. അതേസമയം 2020 വരുമ്പോൾ സൂര്യകുമാർ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുമുണ്ട്. ആ സൂര്യൻ ഇന്ന് ചെപ്പോക്കിൽ ഉദിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാവുന്ന കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഞ്ജു സാംസണുമായി താരതമ്യം ചെയ്ത് സൂര്യയെ പുറത്തിരുത്തണം, സഞ്ജുവിനെ കളിപ്പിക്കണമെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമാണ് താനും. മാതൃഭൂമിയിലേക്ക് വരാം. മാതൃഭൂമിയിൽ മുഖപ്പേജിൽ പ്രതിപക്ഷ പ്രതിഷേധം, സഭയടച്ച് സർക്കാർ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത. സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി 8 ദിവസത്തെ പരിപാടി നടപടി പൂർത്തിയാക്കിയത് 31 മിനിറ്റിൽ. 8 ദിവസത്തെ നടപടി പൂർത്തിയാക്കിയത് 31 മിനിറ്റിൽ ആണെന്ന വാർത്തയിൽ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. അതായത് പൂച്ചയ്ക്ക് മണികെട്ടാൻ അറിയാം എന്ന് പ്രതിപക്ഷ പ്രതിഷേധം കടുക്കവേ ശക്തമായ ഭാഷയിൽ AN ഷംസീർ സ്പീക്കർ താക്കീത് നൽകുന്നു പ്രതിപക്ഷത്തിന്. അതൊക്കെയും സമഗ്രമായി നൽകുന്നു. ഒപ്പം പ്രതിപക്ഷ അവകാശങ്ങൾ ഹനിക്കുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ MLA-മാർ നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നപ്പോഴുള്ള ചിത്രവുമുണ്ട്. ഇനി മറ്റൊന്ന്, ഉത്തരേന്ത്യയിൽ ഭൂചലനം എന്ന വാർത്തയാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷേ അതിൻ്റെ ആഴം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതാണ് വാർത്ത. ഡൽഹിയിലെ തീവ്രത 4.5 എന്ന് ആളപായമില്ല, പക്ഷേ പിന്നീട് അത് 6.8 വരെ എത്തിയെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രഭവ കേന്ദ്രം അഫ്ഗാനിലെ ഹിന്ദുകുഷ് മേഖല എന്നും പറയുന്നു. ചൊവ്വാഴ്ച രാത്രി 10:20ഓടെയാണ് ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.6 എന്ന് തീവ്രത രേഖപ്പെടുത്തുന്നു. ഡൽഹിയിൽ 4.5 ആണ്. ഈ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ഈ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനമുണ്ടായതോടെ പുറത്തേക്ക് വരുന്ന വീട് ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്നവരെയും നമ്മൾ ഒരു ചിത്രസഹിതം അത് കാണിച്ചിട്ടുണ്ട്. ഇനി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം UAPA ട്രിബ്യൂണൽ ശരിവച്ചിരിക്കുന്നു എന്നതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് അവർ ശരിവച്ചിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫറൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫെഡറേഷൻ, റിഹാബ് അങ്ങനെ ഉള്ള സംഘടനകൾക്ക് 5 വർഷത്തേക്കാണ് ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. അത് ശരിവെക്കുന്നു UAPA ട്രിബ്യൂണൽ എന്ന് ഈ വാർത്തയിൽ പറയുന്നു. ഈ ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശകലനം വരുന്നുണ്ട്. തെരുവിൽ സ്ത്രീകൾ എന്ന് സുരക്ഷിതരാകും. കഴിഞ്ഞ 6 മാസത്തിനിടെ 8 സംഭവങ്ങൾ തിരുവനന്തപുരത്തുണ്ടായി. അന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലം ഈ വാർത്തയ്ക്കുണ്ട്. മികച്ച രീതിയിൽ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന കുട്ടിക്ക് സ്വസ്ഥതയില്ല. അവരുടെ സഹായത്തിനെത്തിയ സഹപാഠിയെ ആക്രമിക്കുന്നു. സ്ത്രീകൾക്ക് ഒന്നിരുട്ടിയാൽ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടാപ്പകൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല. എന്ന് തെരുവിലെ സ്ത്രീകൾ സുരക്ഷിതരാകും എന്ന വലിയ ചോദ്യം ഉയർത്തുന്നു മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ്. സ്ത്രീപക്ഷ കേരളമെന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ എപ്പോഴും എവിടെ വെച്ചും അതിക്രമത്തിനിരയാക്കപ്പെടാമെന്ന സാഹചര്യം മാറുന്നില്ല എന്ന് ഈ വാർത്തയിൽ പറയുന്നു. ഉൾപേജിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം കണ്ടിട്ടില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളെ കോട്ട് ചെയ്ത് ഒരു കാർട്ടൂൺ സഹിതം, ഗോപികൃഷ്ണന്റെ കാർട്ടൂൺ സഹിതം വാർത്ത നൽകുന്നു. നടുത്തളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ് മന്ത്രി. അതായത് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ സഭയിൽ മുമ്പ് അംഗങ്ങളായിരുന്നവരാണ്, പ്രതിഷേധിക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷേധവും സഭയിൽ ഉണ്ടായിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നു. ആരും മറന്നിട്ടുണ്ടാവില്ല സഭാതലത്തിൽ മൈക്ക് വലിച്ചെറിയുന്നതും അതിൻ്റെ വയർ പൊട്ടിച്ചെറിയുന്നതും ആ സഭാതലത്തിന് മുകളിലൂടെ നടക്കുന്നതുമൊക്കെ അത് അതേ ശിവൻകുട്ടി തന്നെയാണ് ഈ പറയുന്നത് എന്നത് വളരെ ഹാസ്യ രൂപേണ ഇവിടെ തുടങ്ങി താഴേക്കുണ്ട്. വളരെ ദീർഘമായ ഒരു കാർട്ടൂണാണ്, വളരെ രസകരമായ ഒരു കാർട്ടൂണാണ്. മാന്യസഭയ്ക്ക് വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു മത്സരാർത്ഥിയെ പോലെ, സ്കൂൾ യുവജനോത്സവ വേദിയിലൊക്കെ കാണുന്ന ഒരു മത്സരാർത്ഥിയെ പോലെ മാന്യസഭയ്ക്ക് വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കാർട്ടൂൺ, വളരെ രസകരമായൊരു കാർട്ടൂൺ. ഇതിന് താഴേക്ക് 4-5 കോളങ്ങളിലുണ്ട്.
അത് തൽക്കാലം കാണിക്കാനാവില്ല. ഏതായാലും വളരെ മികച്ച ഒരു കാർട്ടൂൺ. ഇനി മാതൃഭൂമിയുടെ സ്പോർട്സ് പേജിൽ ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ, ഫ്രാൻസ് ടീമിന് പുതിയ ക്യാപ്റ്റൻ വരുന്നു. അതാകട്ടെ വിസ്മയ താരമാണ്. അതായത് ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ് എത്ര വട്ടമാണ് പരാജയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയ ഫ്രാൻസിനെ തൻ്റെ കരുത്തുകൊണ്ട് തൻ്റെ കളി മികവ് കൊണ്ട് എംബാപ്പെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവസാനം കണ്ണീരായി പോയെങ്കിലും എംബാപ്പെ എന്ന താരത്തിൻ്റെ ഉദിച്ചുയരൽ അതിങ്ങനെ ഭാവിയിലെ താരമാരെന്ന ചോദ്യത്തിന് ഉത്തരം എംബാപ്പെ മാത്രമാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഫ്രാൻസ് ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായി കിലിയൻ എംബാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. വളരെ ഭാവിയുള്ള ഒരു താരം ഫ്രാൻസിൻ്റെ തലപ്പത്തേക്ക് വരുന്നു. കേരള കൗമുദിയിലേക്ക് വന്നാൽ തൂക്കുകയറിന് പകരമെന്ത് എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതിയുടെ നിർണായകമായ ചോദ്യം മുഖപേജിൽ വളരെ പ്രാധാന്യത്തോടെ. വേണം വേദനയില്ലാത്ത വധശിക്ഷ. അതായത് ഹർജിക്കാരൻ്റെ തൂക്കുകയർ വിധിക്കപ്പെട്ടവർക്ക് വേദന കുറഞ്ഞ ശിക്ഷ വേണം, വധശിക്ഷ വേണം. ഇന്ത്യയിലെ വധശിക്ഷ രീതി ക്രൂരവും മനുഷ്യത്വരഹിതവുമാണ്. വെടിവെച്ചോ വിഷം കുത്തിവെച്ചോ വൈദ്യുതി കസേര വഴിയോ നടപ്പാക്കണം. തൂക്കുകയർ ക്രൂരവും ഒട്ടേറെ രാജ്യങ്ങൾ ഉപേക്ഷിച്ചതുമാണ് എന്ന ലാ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയായിരുന്നു. അവിടെ തൂക്കുകയറാണോ മികച്ച രീതി, മാനുഷികമായ ബദൽ രീതികൾ ഉണ്ടോ എന്ന ചോദ്യം സുപ്രീം കോടതി സർക്കാരിനോട് ചോദിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യം. തൂക്കുകയറിന് പകരമെന്ത് മുഖപേജിലെ ഒന്നാം വാർത്ത. മറ്റൊരു ഇന്നൊരു പക്ഷേ ഏറ്റവും മനസ്സിനെ ആകർഷിക്കുന്ന, പത്രവായനക്കാരെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ചിത്രം, വലിയ അർത്ഥതലങ്ങളുള്ള ഒരു ചിത്രം കേരള കൗമുദിയിൽ. കണ്ണുകളെന്തിന് വേറെ എന്ന ചോദ്യത്തിൽ താഴെ ഇന്നലെ കേരള പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രഥമ കേരള പുരസ്കാര വിതരണ ചടങ്ങിലേക്ക് വരുമ്പോൾ അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് പുരസ്കാരം നേടിയ ഗായിക വൈക്കം വിജയലക്ഷ്മിയെ രണ്ടുപേരും ചേർന്ന് രണ്ട് കൈകളിൽ ചേർത്ത് പിടിച്ച് വളരെ കരുതലോടെ വളരെ സ്നേഹത്തോടെ വലിയ സന്ദേശം നൽകുന്ന ഒരു ചിത്രം കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് വന്നാൽ അമൃത് പാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിന് പഞ്ചാബിനൊക്കെ വലിയ തലവേദനയായ ഒരാളാണ്. അമൃത് പാൽ സർക്കാരിന് രൂക്ഷ വിമർശനമാണ്. 80,000 പോലീസുകാരുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ചോദ്യം വരുന്നു. അതായത് പോലീസ് വേഷത്തിൽ കടന്നുകളഞ്ഞത് എന്തുകൊണ്ട് പിടിക്കപ്പെട്ടില്ല, അതിർത്തി കടക്കുന്നത് തടയാൻ നിർദ്ദേശം, മെഴ്സിഡസിൽ നിന്ന് മാരുതിയിലേക്ക് മാറുന്നു. അതായത് രൂപമാറ്റങ്ങളുടെ ചിത്രസഹിതം അമൃത് പാലിൻ്റെ വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങൾ സഹിതം വലിയ പ്രാധാന്യത്തോടെ ആ വാർത്ത കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ കേരള കൗമുദിയിൽ കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ വധശിക്ഷ സംബന്ധിച്ച് കൃത്യമായ നിലപാടുള്ള ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ അവരുടെ മുഖപത്രത്തിൽ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. വധശിക്ഷ തൂക്കിന് ബദൽ വേണം എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ തീരുമാനമെടുക്കാൻ വിദഗ്ധ സമിതി രൂപീകരിച്ചേക്കും. ശാസ്ത്രീയമായ ബദൽ എന്തെന്ന് പരിശോധിക്കണം. വേദനിപ്പിക്കാതെ വധശിക്ഷ നടപ്പിലാക്കണം. മനുഷ്യത്വമുള്ള ബദൽ മാർഗം രൂപീകരിക്കണം. അതാണ് ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ സജീവമായി നിൽക്കുന്ന ചായക്കടകളിൽ മറ്റ് പൊതു ഇടങ്ങളിലൊക്കെ സജീവ ചർച്ചകളിൽ വരുന്ന ഒരു പേരാണിപ്പോൾ അരിക്കൊമ്പൻ. അതായത് പീറ്റുസോവിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞു, ഇനി അരിക്കൊമ്പനാണ് അടുത്ത ലക്ഷ്യം. അരിക്കൊമ്പനെ അരിവെച്ച് കെണിവെക്കുകയാണ്. അതായത് അരിക്കൊമ്പനെ ആകർഷിക്കാനായി അരിക്കൊമ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട അരിയും പഞ്ചസാരയും ഒക്കെ ഒരുക്കി വെച്ച് അവിടേക്ക് ആകർഷിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. അതിനായി ആദ്യ 4 കുങ്കിയാനകൾ ഉണ്ടാകും. 71 അംഗ ദ്രുത പ്രതികരണ സേന ഉണ്ടാകും. ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ശനിയാഴ്ച നിരോധനാജ്ഞ. 2 കുങ്കിയാനകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് അരിക്കൊമ്പനെ കെണിയിൽപ്പെടുത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ എഡിറ്റോറിയൽ പേജിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഒരു പാവങ്ങളുടെ പടത്തലവൻ എന്ന തലക്കെട്ടോടെ AKGയുടെ വേർപാടിൻ്റെ 46ാം വാർഷിക ദിനത്തിൽ 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും AKGയുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ, വിപ്ലവ ചൈതന്യം വിലയിരുത്തുകയാണ്, വാദൗരാതെ പറയുകയാണ് MV ഗോവിന്ദൻ. അതാണ് പാവങ്ങളുടെ പടത്തലവൻ എന്ന തലക്കെട്ടോടെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങൾ. ഏതായാലും പത്രം 18 സമഗ്രമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ ഇനിയുമേറെയുണ്ട്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വീണ്ടും അശ്വതിയിലേക്കും രഞ്ജിത്ത് രാമേന്ദ്രനിലേക്കും.
തീർച്ചയായും സമയപരിധി ഉണ്ടെങ്കിലും വളരെ വിശദമായി തന്നെ കൃഷ്ണരാജ് നേരത്തെ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഉറക്കച്ചടവൊന്നും ഇല്ലാത്തത് ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് അതിന് കാരണമെന്ന് പറയുന്നത്. കാർട്ടൂൺ പത്രങ്ങളിലെ കാർട്ടൂണിലൂടെ വല്ലതും പോയോ? ഇന്ന് പോയില്ല. പോയി അതില്ലാതെ അത് രസകരമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബിലൊക്കെ കമന്റ് വരാറുണ്ട് കൃഷ്ണരാജിന്റെ പത്രവിചാരം. എന്തായാലും താങ്ക് യു കൃഷ്ണരാജ്, താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകാം. ഒരുപാട് വാർത്തകളുണ്ട്. നേരത്തെ കൃഷ്ണരാജ് ഇപ്പം പത്രത്തിൽ പറഞ്ഞ പോലെ അരിക്കൊമ്പന്റെ വാർത്തയിലേക്ക് നമുക്ക് പോകണം. എവിടെ വരെ എത്തി അപ്ഡേഷൻ? അരിക്കൊമ്പൻ അറിയുന്നില്ലെങ്കിലും അവിടുത്തെ ദൗത്യ സംഘത്തിന്റെ അപ്ഡേഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രിൻസ് നമുക്കൊപ്പം ചേരും. അത്തരത്തിലുള്ള നിരവധി വാർത്തകളുണ്ട്. നമ്മളിപ്പോ തെക്കൻ കുരിശുമലയുമായി ബന്ധപ്പെട്ട അതിഥികളുമുണ്ട്. അതിന്റെ ഇനിയുള്ള വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരൊക്കെ നമ്മളോടൊപ്പം വരുന്ന 1 മണിക്കൂറിനുള്ളിൽ ചേരുന്നുണ്ട്. അത്തരം നിരവധി വാർത്തകളുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. തെക്കൻ കുരിശുമലയിലാണ് പ്രഭാത കേരളം തുടരുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഗെറ്റ്സബൽ പ്രയർ സെന്ററിന്റെ സമീപത്തുള്ള ഒരു പാറയുടെ പുറത്താണ്. വളരെ മനോഹരമായ കാഴ്ച. ആദ്യഘട്ടം കുരിശുമല തീർത്ഥാടനത്തിന്റെ ആദ്യഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ രാവിലെ തന്നെ, വളരെ വെളുപ്പിനെ തന്നെ ഇങ്ങോട്ടേക്ക് തീർത്ഥാടനത്തിനായി എത്തിയ നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം 40 ലക്ഷത്തോളം ആളുകളെയാണ് ഈ 2 ഘട്ടങ്ങളിലുമായി ഇവിടെ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമാണ്. വെയില് ഒന്ന് നമ്മുടെ ദേഹത്തേക്ക് അടിച്ചു തുടങ്ങിയെങ്കിലും ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല തണുത്ത കാറ്റാണ് അനുഭവപ്പെടുന്നത്. നമുക്കിനിയും വാർത്തകളിലേക്ക് ഒന്ന് പോകണം. പടയപ്പയുമായി ബന്ധപ്പെട്ട വാർത്ത അല്ലെ? അതെ, അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്ത. അതെ, ഈ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ ഈ പടയപ്പയും മൊട്ടവാലിനും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാം അവർക്ക് പ്രശ്നക്കാര് തന്നെയാണ്. പക്ഷെ ഏറ്റവും പ്രശ്നക്കാരൻ ഇപ്പൊ അരിക്കൊമ്പനാണ്. അതുകൊണ്ടാണ് അരിക്കൊമ്പനെ പൂട്ടണം എന്ന ഉദ്ദേശത്തോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുള്ളത്. ദൗത്യ സംഘം പിടികൂടാനുള്ള മുന്നൊരുക്കം തുടരുകയാണ്. രണ്ടാമത്തെ കുങ്കിയാനയായ സൂര്യയെ ഇന്നലെ എത്തിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. അതെ, ഏതായാലും ഈ ഡമ്മി റേഷൻ കടയൊക്കെ ഉണ്ടാക്കി ഇവനെ അങ്ങോട്ടേക്ക് ആകർഷിച്ച് എന്തൊരു ബുദ്ധിമാനാണെന്ന് ഓർക്കണം അല്ലെ. ഒരു മനുഷ്യനേക്കാൾ ഉപരി ഇത്രയും, അതായത് ആ ഒരു ആനയെ പിടികൂടുന്നതിന് വേണ്ടി അത് എപ്പോഴും പോകാറുള്ള റേഷൻ കട പോലെ ഒരെണ്ണം ഉണ്ടാക്കി, അതിന്റെ മാതൃക ഉണ്ടാക്കി അവിടെ ജനവാസമുണ്ട് എന്ന് വരുത്തി തീർത്താലേ വരത്തുള്ളൂ. അതാണ്. അതിനിടയ്ക്ക് 2 റേഷൻ കട അതെ, 2 വീടുകൾ തകർത്തു. ഈ റേഷൻ കടയുടെ ആ റൂട്ട് ചെറുതായി ഒന്ന് മാറ്റി പിടിച്ചിട്ടുമുണ്ട് അരിക്കൊമ്പൻ. എന്തായാലും പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. പ്രിൻസ്, ശനിയാഴ്ചയാണ് ദൗത്യസംഘം ശനിയാഴ്ച 4 മണിക്ക് കേട്ടോ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് മയക്കുവെടി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് എത്രത്തോളം നേരത്തെയുള്ള ഇത്തരം ഓപ്പറേഷൻസ് കണ്ടതാണ്. പക്ഷെ എങ്കിലും അവർ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രിൻസ്, തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടത്തിലാണ്? എല്ലാം പൂർത്തിയായോ? രഞ്ജിത്ത്, അശ്വതി, തയ്യാറെടുപ്പുകൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രണ്ടാമത്തെ കുങ്കിയാനയായ സൂര്യനെ ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിയോടെ എത്തിച്ചു. ആകെ 4 കുങ്കിയാനകളാണ് ദൗത്യത്തിനായി എത്തിക്കുന്നത്. വിക്രം, സൂര്യൻ, കുഞ്ചു, ഒപ്പം കോന്നി സുരേന്ദ്രൻ. ഈ കോന്നി സുരേന്ദ്രനെയും കുഞ്ചുവിനെയും നാളെ രാവിലത്തേന് ചിന്നക്കനാലിൽ എത്തിക്കും. ഒപ്പം ഇങ്ങനെ 4 കുങ്കിയാനകളാണ് ഇവിടെ ആകെ ഈ ദൗത്യത്തിനായി എത്തുക. 71 അംഗ ദൗത്യസേനയാണ് ഈ ദൗത്യത്തിനായി ഉള്ളത്. ഇവർ 11 ടീമുകളായി തിരിഞ്ഞിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. എന്തായാലും ഒരുക്കങ്ങളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. 24-ന് മോക്ക് ഡ്രിൽ നടത്തും. അതിന് മുന്നോടിയായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചിന്നക്കനാലിൽ ഒരു യോഗം ചേരുന്നുണ്ട്. ജനപ്രതിനിധികളുടെയും മറ്റ് റിസോർട്ട് ഉടമകൾ, ഒപ്പം തോട്ടം ഉടമകൾ തുടങ്ങിയവരുടെയും ഒക്കെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലൊക്കെ ഒരു യോഗം ചേരുന്നുണ്ട്. അതായത് ജനങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു യോഗമാണ് ചേരുന്നത്. ഇതിനുശേഷം ആണ് 301 കോളനിയിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുക അടക്കമുള്ള തീരുമാനങ്ങളും സ്വീകരിക്കുക. എന്തായാലും 24-ന് ഒരു മോക്ക് ഡ്രിൽ നടത്തും. തുടർന്ന് 25-ന് പുലർച്ചെ 4 മണിയോടെ ആരെയും മയക്കുവെടി വെച്ച് പിടികൂടാനാണ് ആലോചന. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പുലർച്ചെ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിനാണ് എത്തിയിരിക്കുന്നത്. അന്ന് നടന്നില്ലെങ്കിൽ 26-ന് പദ്ധതി നടപ്പിലാക്കും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ അരിക്കൊമ്പനെ പിടികൂടും എന്ന് ഉറച്ചു തന്നെയാണ് വനംവകുപ്പ് മുൻപോട്ട് നീങ്ങുന്നത്. ശ്രീ രഞ്ജിത്ത്.
എന്തായാലും 24ഉം 26ഉം അല്ലെ സമയമുണ്ട്, 2 സമയമുണ്ട്. 24 ഉണ്ട്, 26 ഉണ്ട്. 26നുള്ളിൽ ഇവൻ കൂട്ടിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം. എല്ലാവിധ ആശംസകളും. അതെ, നമുക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സൈഡ് സ്റ്റോറിയും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ഒരുപാട് ആനകളുണ്ട്. പടയപ്പയും മൊട്ടവാലിനെയും പോലെ ആളുണ്ട്. അതൊന്ന് പടയപ്പയും മൊട്ടവാലിനും ചക്കക്കൊമ്പനും ഹോസ് കൊമ്പനും തുടങ്ങി ഇടുക്കിയുടെ മണ്ണിൽ വിലസുന്ന ഒറ്റയാന്മാർ നിരവധിയാണ്. കാടൊഴിവാക്കി നാട് കീഴടക്കിയവർ. പക്ഷെ ഇവരിലെല്ലാം ഏറെ വ്യത്യസ്തനാണ് അരിക്കൊമ്പൻ. അരിക്കൊമ്പന്റെ പ്രത്യേകതകളാണ് നേരത്തെ അശ്വതി പറഞ്ഞത്. സദാ അക്രമകാരിയായ അരിക്കൊമ്പനെ കൊടുക്കാൻ വനം വകുപ്പ് കെണിയൊരുക്കുന്നതുമൊക്കെ ഇവന്റെ ഈ പ്രത്യേകതകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ താല്പര്യങ്ങൾ കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് അവനായി വനം വകുപ്പ് കെണിയൊരുക്കുന്നത്. ഏകദേശം 40-നടുത്ത് പ്രായം, ഉയർന്ന മസ്തകം, നീളം കുറഞ്ഞ് കൂർത്ത കൊമ്പുകൾ, നീണ്ട തുമ്പിക്കൈ ചുരുട്ടി തലയുയർത്തിയുള്ള ഇവന്റെ നടപ്പ് കണ്ടാൽ ആരും നോക്കിപ്പോകും. മതികെട്ടാൻ ചോലയിൽ ഇവനോടൊപ്പം നിൽക്കാൻ കൊമ്പന്മാർ കുറവാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന മോഷണ പരമ്പരകളിൽ നിന്നാണ് അരിക്കൊമ്പൻ എന്ന വിളിപ്പേര് വീണുകിട്ടിയത്. ആദ്യം കള്ളക്കൊമ്പൻ എന്നായിരുന്നു നാട്ടുകാർ വിളിച്ചിരുന്നത്. അരി തേടിയുള്ള യാത്ര അരിക്കൊമ്പൻ എന്ന പേര് സമ്മാനിച്ചു. ചിന്നക്കനാൽ 301 കോളനിയിൽ ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയപ്പോൾ ആളില്ലാത്ത ഷെഡുകളിൽ നിന്ന് അരിയും പഞ്ചസാരയും മോഷ്ടിച്ചാണ് തുടക്കം. പിന്നീട് ആൾതാമസമുള്ള വീടുകളും റേഷൻ കടകളും തകർത്ത് അരിയകത്താക്കി തുടങ്ങി. ഏറ്റവുമധികം ആക്രമണം നേരിട്ടത് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയാണ്. ഇതുവരെ എത്ര വീടുകൾ തകർത്തിട്ടുണ്ടെന്ന് കൃത്യമായ കണക്കില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം 10-ലധികം വീടുകൾ തകർത്തു. ചിന്നക്കനാലിലും ശാന്തൻപാറയിലും വിലസുന്ന കാട്ടാനകളെ നിരീക്ഷിക്കുന്ന വനം വകുപ്പ് വാച്ചർമാർ എപ്പോഴും അരിക്കൊമ്പനെ പ്രത്യേകം നിരീക്ഷിച്ചിരുന്നു. സാറേ, എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടം. രാത്രി പിന്നെ സ്വപ്നം പോലെയാണ് ഞാൻ കണ്ടുകൊണ്ടത്. ശരിക്കും ഉറക്കം ഇല്ല. ഇപ്പം ഏതെങ്കിലും വളരെ നീണ്ടുപോകുന്നില്ല. 2-3 ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്നാണോ സർക്കാരിൻ്റെ ഭാഗത്ത് അറിവ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പിടിക്കാനുള്ള ഉറക്കങ്ങളായിപ്പോയി. സാറേ, ഞാൻ 12 കൊല്ലമായിട്ട് ഫോറസ്റ്റ് ജോലി കയറുമ്പോൾ ഇവന് ക്ഷണിച്ചിട്ട് ഏതാനും ഒരു 10-15 വയസ്സുള്ളൂ അവന്. അതിൻ്റെ ശേഷം ഞാൻ ചെറുതായിട്ട്, അതിൻ്റെ മുമ്പ് എൻ്റെ പറമ്പിലേക്ക് ഞങ്ങൾ ശമ്പളത്തോടുകൂടി തന്നെ വാച്ചർ ജോലി കയറാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനിവന് ചെറിയ പ്രായത്തിൽ നിന്ന് കണ്ടുകൊണ്ട് വരുന്ന ആളാണ്. നമ്മളെ നാട്ടിൽ തന്നെ ജനിച്ചവനാണ്. പകലും രാത്രിയും നാട്ടിലിറങ്ങുമെങ്കിലും വാഹനങ്ങൾക്ക് നേരെ അരിക്കൊമ്പൻ അധികം ആക്രമണം നടത്തിയിട്ടില്ല. ആനയിറങ്ങലിന്റെയും ചിന്നക്കനാലിന്റെയും കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് മുമ്പിൽ പലപ്പോഴും ഇവനെത്തും. എല്ലാവരും സാമി എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളാണെങ്കിലും സാമി അയ്യപ്പ എന്നൊക്കെ ഇതിനെ വിളിക്കാറുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ്. ആനകൾ ഒരെണ്ണമാണെങ്കിലും നഷ്ടപ്പെട്ടു. ഈ ഏരിയയിലുള്ള ഒരു ആന നമ്മൾ 9 വർഷമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആന പോകുമ്പോൾ അതിൻ്റെതായ സങ്കടമുണ്ട്. മുമ്പൊരിക്കൽ മയക്കുവെടി വെച്ച് അരിക്കൊമ്പനെ തളയ്ക്കാൻ ശ്രമം നടന്നിരുന്നെങ്കിലും വിജയിച്ചില്ല. എന്നാൽ ഇത്തവണ കുടുങ്ങുമെന്ന് തന്നെയാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. അരിക്കൊമ്പന്റെ ബലഹീനതകളെ ആയുധമാക്കി ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് മയക്കുവെടിവെക്കാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരം സഞ്ചാരപാതകളിലൊന്നായ സിമന്റ് പാലത്ത് അരിയും പലചരക്ക് സാധനങ്ങളും ഒരുക്കി ദൗത്യസംഘം കാത്തിരിക്കുന്നത്. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. തെക്കൻ കേരളത്തിലെ നമ്മൾ ഈ ആരിക്കൊമ്പന്റെ കാര്യം പറയുമ്പോൾ ഗതി കെട്ടിട്ടാണ് അവിടെ ഉള്ളവർ ഈ പിടിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഒരു ഭാഗത്ത് അവർക്ക് വലിയ വിഷമമുണ്ട്. ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ളേ. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അരിക്കൊമ്പനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ശൗര്യം കാണിച്ച ആനകളൊക്കെ പിന്നീട് കുങ്കി ആനകളായി, പിന്നീട് ശൗര്യം കാണിക്കുന്ന ആനകളെ പിടിക്കാനുള്ള വളരെ അനുസരണയുള്ള, മനുഷ്യനോട് ഇണങ്ങിയുള്ള ആനകളായി, പാപ്പാന്മാർ പറയുന്നതിന് അപ്പുറം പോകാത്ത ആനകളായി നിൽക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടതാണ്. അതെ, അതിന് പേര് കള്ളക്കൊമ്പൻ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പേര് അദ്ദേഹം തന്നെ മാറ്റുകയാണ്. അരി മോഷ്ടിച്ചിട്ട് അരിക്കൊമ്പൻ ആക്കി. പിന്നെ അത് കുറച്ചുകൂടി ബെറ്റർ ആയി എന്നുള്ളതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഉള്ളത് അശ്വതി തെക്കൻ കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമലയിലാണ്. നെയ്യാറ്റിൻകര രൂപതയുടെ ഔദ്യോഗിക തീർത്ഥാടന കേന്ദ്രം, കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കേന്ദ്രം, 2 സർക്കാരുകളും സംയുക്തമായി നടത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് 3000-3500 അടി ഉയരെയാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. 30-40 ലക്ഷത്തോളം വിശ്വാസികൾ ഓരോ തീർത്ഥാടന കാലത്തും ഇവിടെ വന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ പറഞ്ഞാൽ തീരാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ട്. പ്രകൃതി സൗഹൃദ തീർത്ഥാടന കേന്ദ്രം, അല്ലെ, ഹരിത പ്രോട്ടോകോൾ ഒക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നടത്തുന്ന തീർത്ഥാടനമാണ്. നമുക്ക് ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ, നമ്മളെക്കാളൊക്കെ കൂടുതൽ നമുക്ക് വായിച്ചുള്ള അറിവുകൾ മാത്രമാണ്. നേരിട്ട് ഇതിന്റെ അറിവുകൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ശ്രീ TG രാജേന്ദ്രൻ, ജനറൽ കോർഡിനേറ്റർ. സർ, ന്യൂസ് 18ന്റെ ഈ മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം.
ഞങ്ങളപ്പം അദ്ദേഹത്തെ ഫാദറിനോട് നിരവധി കാര്യങ്ങൾ ചോദിച്ച് സംശയങ്ങൾ വരുത്തിയിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം ഈ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ ഈ ഇത്രയും 3500 അടി ഉയരെയുള്ള കുരിശ് അവിടേക്ക് തീർത്ഥാടനം എത്തുക എന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ട് അതിന്. എത്രത്തോളം വിശ്വാസികളുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു വർധന ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട് ഇത് ഇവിടെ ബന്ധപ്പെട്ട്? ഒരുപാട് പേർ അറിഞ്ഞു വരുന്നുണ്ടല്ലോ ഈ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച്. 1957 കാലഘട്ടത്താണ് പുണ്യചരിതനായ ബെൽജിയം മിഷണറി ജോൺ വംശാച്ചൻ കുരിശ് സ്ഥാപിക്കുന്നത്. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഒരു വൃക്ഷത്തിലെ കൊമ്പാണ്, മരക്കൊമ്പിലാണ് ചെയ്യുന്നത്. വീണ്ടും 1973 കാലഘട്ടത്താണ് ഇരുമ്പിൽ തീർത്ത ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു കുരിശ് സ്ഥാപിക്കുന്നത്. അതുമുതലാണ് തീർത്ഥാടകർ വന്നു തുടങ്ങിയത്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഈ പന്നിമല, ആനപ്പാറ, കുണ്ടംകോട് ഇടവകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് ക്രമേണ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ് ആൾക്കാർ വന്നു തുടങ്ങി. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഈ 40 ലക്ഷം എന്ന് പറയുന്നത് പകൽ സമയങ്ങളിലുള്ള കൗണ്ടിങ് ആണ്. ഇന്ത്യൻ പോലും രാത്രി കാലങ്ങളിൽ അവസാന ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. അതൊന്നും ആരും കൗണ്ട് ചെയ്യാറില്ല, കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നാളെ മുതലൊക്കെയാണ് നല്ല തിരക്കായിരിക്കും. ഇപ്പോഴത്തെ എക്സാം ഞായറാഴ്ച വരെ, പിന്നെ പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഉണ്ട്. അത് രാത്രി കയറുന്ന ഒരു കൗണ്ടിങ് ഇല്ല വാസ്തവത്തിൽ. അങ്ങനെ 40 ലക്ഷമൊന്നുമല്ല, അത്രമാത്രം തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ 40 ലക്ഷം ആളുകൾക്ക് വന്നു പോകാന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ഏരിയ ആണല്ലോ. അപ്പോൾ അവർക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടി വരും. അവർക്ക് വന്ന് വാഹന ഗതാഗതമൊക്കെ സുഗമമായി നടത്തേണ്ടി വരും. ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടോ ഓരോ വർഷവും? ക്രമേണ വർദ്ധിച്ചു വരുന്നുണ്ട്. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും വർഷങ്ങൾ കഴിയുന്തോറും കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട പാറശാല MLA CK ഹരീന്ദ്രൻ സാറിൻ്റെ ലീഡിങ്ങിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് പോകുന്ന റോഡ് 8-ാം കുരിശ് വരെ നമ്മുടെ കേരളമാണ്, 8-ാം കുരിശ് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട് മെയിൻ പ്രധാന കുരിശിരിക്കുന്നത് തമിഴ്നാട്. അതാണ് ഈ 2 സ്റ്റേറ്റുകൾ തമ്മിൽ സംയുക്തമായിട്ട് നടത്തുന്നത്. ആ ഭാഗത്തുനിന്നും ആൾക്കാർ വരും. 6 കാണി 10 കാണി ആ ഭാഗത്തു നിന്നും മുകളിലോട്ട് ആൾക്കാർ കയറാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ 8-ാം കുരിശ് നമുക്ക് കേരള ഗവൺമെൻറ് 1 കോടി രൂപയിലധികം ചിലവായിട്ട് ഒരു ടൂറിസം പാക്കേജിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രാമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും. ഈ മുകളിലൊക്കെ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? മുകളിൽ സൗകര്യം കുറവാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. കുറെ കാര്യങ്ങൾ സ്ത്രീകളടക്കമുള്ളവർ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ആയാലും അവിടെ ഉണ്ടോ? ഇപ്പോൾ 5-ാം കുരിശിലും അതോടൊപ്പം തന്നെ 13-ാം കുരിശിൻ്റെ അടുത്തും താൽക്കാലിക ഇത് വെക്കുന്നുണ്ട്, വെക്കാറുണ്ട്. ഈ തീർത്ഥാടന സമയത്ത് അല്ലാതെ ആളുകൾ ഇങ്ങോട്ടേക്ക് അല്ലാതെ കയറും, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പല കേരളം തമിഴ്നാട് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്, വിദേശികളും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുരിശുമല എന്ന് പറയുന്നത് ഈ പൈതൃക പട്ടികയിൽ, ലോക പൈതൃക പട്ടികയിൽ ഈ നമ്മുടെ സഹ്യപർവ്വത സ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ്. അത് കാരണം അത് എല്ലാ ലോകം മുഴുവൻ അറിയുന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ ഡയറക്ടേഴ്സും ജർമ്മനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത് കാരണം തുറമുഖമൊക്കെ യാഥാർത്ഥ്യമാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ഒഴുക്ക് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒത്തിരിയേറെ വിദേശികൾ, ഇപ്പോൾ നാളെ കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെ വിദേശികളും കൂടെ വരുന്നുണ്ട്, ഇട ദിവസങ്ങളിൽ വരുന്നുണ്ട്. അവർക്കും ഒരു അതായത് ടീമായിട്ട് തിരിഞ്ഞാണ് ഇവിടുത്തെ പ്രവർത്തന ഏകോപനം എന്ന് ഫാദർ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ദിവസവും മീറ്റിംഗ് കൂടുകയും ഇനി വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ 19 കമ്മിറ്റികൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥിരം കമ്മിറ്റിയുണ്ട്. അത് തീർത്ഥാടന സമയത്താണ് ഈ 19 കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അത് ഈ ദിവസങ്ങളെല്ലാം മാസത്തിൽ 2 കമ്മിറ്റി എന്നുള്ള നിലയിൽ ചെയ്യാറുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ കമ്മിറ്റി വിളിച്ച് ചേർക്കാറുണ്ട്. 8 ദിവസം എന്നുള്ളത് എന്തിന്റെ പേരിലാണ് 8 ദിവസത്തിൽ മാത്രമായി റെസ്ട്രിക്ട് ചെയ്യുന്നത്? അത് അങ്ങനെ എന്തെങ്കിലും 8 ദിവസം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇതുമായിട്ട് കൂട്ടി എന്താ അതുള്ളത്? അത് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ദിവസമായിരുന്നു, ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. പിന്നെ തീർത്ഥാടന എണ്ണം കൂടിയപ്പോൾ അത് 3 ദിവസമായി, പിന്നെ 5 ദിവസമാക്കി മാറ്റി. ഇപ്പോൾ തിരക്ക് റിലീസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം കൂടാണ് നമ്മൾ ഈ ഒരു ഞായറാഴ്ച തുടങ്ങി പിറ്റേ ഞായറാഴ്ച. എന്നാലും തിരക്ക് ദിവസങ്ങളും ഈ ആളുകൾ കൂടുന്നതനുസരിച്ച് കൂട്ടാം അല്ലേ? പിന്നെ ഈ എത്ര കൂട്ടിയാലും ഈ അവസാന ദിവസങ്ങളിലാണ് നമ്മൾ തിരക്ക് കൂടുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ എക്സാം കഴിയുമ്പോൾ നല്ല തിരക്കുണ്ടാകും. ഈ ആളുകൾ വന്ന് അന്ന് രാവിലെ വന്ന് ഈ മല കയറി പോവുകയാണ്, ഇവിടെ സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ചിലർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. എന്നാലും അവർക്ക് വരുന്നവർക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ താഴെ സംഗമവേദിയിൽ ഒരു ഹാളുണ്ട്. പിന്നെ മുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം ഗ്രാമം, അവിടെ കുറച്ച് പേർക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു 1.5 മണിക്കൂർ എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോഴ് വേറൊരു പ്രത്യേകത ഉള്ളത്, നമ്മുടെ 5-ാം കുരിശിനടുത്തൊരു ചാപ്പലുണ്ട്. ജർമ്മൻ ടെക്നോളജിയിൽ തീർത്ത ചാപ്പലാണ്.
വളരെ മനോഹരമാണ്. അവിടെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഹാൾട്ട് ചെയ്യാനും വിശ്രമിക്കാനൊക്കെ സൗകര്യം വിശ്രമ കേന്ദ്രം കൂടെയാണ്. എപ്പോഴും അവിടെ നിത്യാരാധന നടക്കുന്ന ഒരു ചാപ്പലും കൂടെയാണ്. ഈ പ്ലാസ്റ്റിക് വിരുദ്ധത നമ്മുടെ ഈ ഹരിതം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുടിവെള്ളം അടക്കം നമ്മൾ കൊടുക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ വരുമല്ലോ, അങ്ങനെയുണ്ടോ ഈ പോയിന്റുകളിൽ? അതെ, കുടിവെള്ളം ഒരു മുൻ വർഷങ്ങളിൽ ഒരു 5-ാം കുരിശ് വരെയാണ് നമ്മൾ എത്തിക്കുന്നത്. ഈ വർഷം നെറുക വരെ 14-ാം കുരിശ് വരെ അതിൻ്റെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തൊക്കെ സഹായിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ വ്യക്തികൾ വെള്ളം എത്തിക്കുന്നുണ്ട്. 14 കുരിശുകൾ എന്ന് പറയുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക സങ്കല്പമുണ്ടോ? കുരിശിൻ്റെ വഴിയിൽ 14 ഇടങ്ങളെക്കുറിച്ച് ഫാദർ ആബേൽ അച്ഛൻ്റെ കുരിശിൻ്റെ വഴിയിൽ പറയുന്നുണ്ട്. അതാണ് പ്രത്യേകിച്ച് ഓരോ കുരിശിൻ്റെ ഇടങ്ങളിലും അതിന് പ്രാർത്ഥന ഉണ്ട്. യേശുവിൻ്റെ പീഡാസഹന ആ യാത്രയിൽ 14 പ്രധാന സംഭവങ്ങൾ സഭ പറയുന്നുണ്ട്. അതിനെ പ്രതികരിച്ചാണ് ഈ 14 കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇങ്ങനെ ഉള്ള ഒരു ഏക തീർത്ഥാടന കേന്ദ്രം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? അത്തരത്തിൽ ഇങ്ങനെ പ്രത്യേകതകൾ ഏറെയുള്ള ഒരു തവണയെങ്കിലും വിശ്വാസികൾ ഒന്ന് വന്ന് കണ്ടുപോകേണ്ട സ്ഥലമാണ്. തീർച്ചയായിട്ടും അല്ലേ? ഈ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ 3000 അടിയിൽ പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു സവിശേഷത ഈ തീർത്ഥാടന കേന്ദ്രത്തിലുണ്ട്. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സഖ്യപർവ്വ സാന്നിധ്യം സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ദിവ്യബലി എന്ന് പറഞ്ഞാൽ 7 ഭാഷകളിലായിട്ടാണ് ദിവ്യബലി കർമ്മി ഓരോ തീർത്ഥാടന സമയം. മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, സുറിയാനി, ലാറ്റിൻ, ജർമ്മൻ ഭാഷകളിൽ ഇവിടെ കുർബാന ആരാധന നടത്താറുണ്ട്. അതൊരു പ്രത്യേകതയാണ്. പിന്നെ എല്ലാ മതവിഭാഗങ്ങളും, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളും, സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ യഥാർത്ഥ പാഴ്സി സൗഹാർദ്ദം പരമാവധി ഒരു 8-9 മതക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മതസൗഹാർദ്ദ സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുരിശുമല. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ശക്തമായിട്ട് നടത്തുന്ന ഒന്നാണ്. പ്രായഭേദമന്യേ ആളുകൾ എത്തുന്നു, ഒത്തിരി വയസ്സായവർ പോലും മല കയറാൻ ഉത്സാഹമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് കയറാൻ ഇവിടെ സംഘവേദിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ചാപ്പൽ 5-ാം കുരിശിന്റെ അവിടെ ആൾക്കാർക്ക് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കുറച്ചുകൂടെ ആരോഗ്യമുള്ളവർ മുകളിലോട്ട് കയറുന്നുണ്ട്. നന്ദി സാർ, ഇത്രയും വിശദാംശങ്ങൾ നൽകിയതിന്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും കേട്ടോ. തീർത്ഥാടനം ഇത്ര മനോഹരമായി നടത്തുന്നത് 40 ലക്ഷം പേര് വന്നു പോകുന്നവർ, അവർക്ക് ആർക്കും അസംതൃപ്തി ഉണ്ടാകാതെ അവരെ തിരിച്ചു അഭിനന്ദിക്കണം. നിങ്ങളെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്നതിന് എന്തായാലും വലിയ നന്ദി. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഷിബു നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 7 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ സൗണ്ടും ലൈറ്റും ക്രമീകരിച്ചിട്ടുണ്ട്. 7 കിലോമീറ്റർ, അതായത് കുരിശുമല നെറുക മുതൽ വെള്ളറട വരെയുള്ള പ്രദേശങ്ങളിൽ 7 കിലോമീറ്റർ ചുറ്റളവാണ്. തുടങ്ങും ഈ പരിപാടി? ഈ പരിപാടി തീർത്ഥാടനം തുടങ്ങുന്നതിന് 15 ദിവസം മുമ്പേ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് തീർത്ഥാടനം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ആൾക്കാരെല്ലാം അഴിച്ച് ഇറങ്ങി പോവുകയാണ്. പേരൊന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് പ്രദീപ്, പബ്ലിസിറ്റി കൺവീനറാണ്. നമ്മുടെ ഇവിടുത്തെ പബ്ലിസിറ്റി മീഡിയ, പ്രസ് മീറ്റ്, ബാക്കി മാധ്യമങ്ങളിൽ വരുന്ന എല്ലാം നന്ദി. എന്തായാലും വലിയ ഉപകാരം. പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതെ, നല്ലൊരു തീർത്ഥാടന കാലം ആശംസിക്കുകയാണ്. താങ്ക് യു. ഏതായാലും നമുക്ക് ഇനിയും പോകേണ്ടത് ഒരുപാട് വാർത്തകൾ നമുക്കുണ്ട്. നമ്മളിപ്പോ ഈ തെക്കൻ കുരിശുമലയിലെ തീർത്ഥാടനത്തെ കുറിച്ചാണ് കൂടുതൽ അറിഞ്ഞത്. അതിന്റെ ഭാരവാഹികളാണ് നമ്മളോട് സംസാരിച്ചത്. എല്ലാവരുടെയും കൂടെ ഒരു മികച്ച ഏകോപനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ രഞ്ജിത്ത്? ഈ ഒരു നേരത്തെ പറഞ്ഞ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഏകോപനം, ഒപ്പം വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം, ഇതുപോലെയുള്ള ഇവരുടെ 19 കമ്മിറ്റികളുണ്ട്. ഈ 19 കമ്മിറ്റികളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാണ് ഇത്രയും 10 ദിവസം ചുരുങ്ങിയ കാലമാണെങ്കിൽ പോലും അത്രയും ആളുകൾ വന്നു പോകുമ്പോൾ ലോകത്തിലേക്കൊന്ന് മടങ്ങിപ്പോകാം. അതെ, നമുക്ക് ഒരു നഗരത്തിന്റെ ദാഹം തീർക്കുന്ന ഒരു ജലാശയത്തെ കുറിച്ചൊരു വാർത്തയുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ആകെ കുടിവെള്ളം എത്തിക്കുന്ന മാനാഞ്ചിറ ഇപ്പോൾ നഗരത്തിന്റെ മുഖം തന്നെയാണ്. കോഴിക്കോട് നഗരമധ്യത്തിൽ 14-ാം നൂറ്റാണ്ടിലെ സാമൂതിരിയായിരുന്ന മനവിക്രമൻ രാജയ്ക്ക് കുളിക്കാൻ നിർമ്മിച്ചതാണ് ഈ കുളം. മനവിക്രമൻ ചിറലോപിച്ച് മാനാഞ്ചിറയായി. കുളം നിർമ്മിക്കാൻ കുഴിച്ചപ്പോൾ ലഭിച്ച വെട്ടുകല്ല് ഉപയോഗിച്ച് കിഴക്കും പടിഞ്ഞാറുമായി സാമൂതിരി 2 കോട്ടകൾ നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത്. 14,120 ചതുരശ്ര മീറ്റർ ഉപരിതല വിസ്തീർണമുള്ളതാണ് മാനാഞ്ചിറ.
ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്ന കാലത്ത് കുടിവെള്ള ആവശ്യത്തിനായി കുളം സയ്യിദ് ജിഫ്രിക്ക് നൽകി. കുടിവെള്ളത്തിന് മാത്രമേ മാനാഞ്ചിറയിലെ ജലം ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിൽ ഉത്തരവിറക്കി. അന്നുതൊട്ട് കോഴിക്കോട് നഗരത്തിൻ്റെ കുടിവെള്ള സ്രോതസ്സാണ് മാനാഞ്ചിറ. അവിടെയുള്ള ജലം എത്രത്തോളം നമുക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള ആസൂത്രണങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നും ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ ആ മാനാഞ്ചിറയെ നമ്മൾ എത്രത്തോളം ഇന്ന് മാനാഞ്ചിറ നിലനിൽക്കാൻ വേണ്ടിയിട്ടും അതിലുള്ള വെള്ളം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടും ജലസമ്പത്തും അതുപോലെ പ്രകൃതി സമ്പത്തും ഇതുപോലെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, നമ്മൾ പൊതുജനങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രങ്ങളും അതിന് എത്രത്തോളം വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു ആശങ്കയുണ്ട്. ഏതു കടുത്ത വേനലിനെയും പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് മനുഷ്യനിർമ്മിതമായ ഈ ജലാശയത്തിന്. നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് മാനാഞ്ചിറ സ്ഥിതി ചെയ്യുന്നത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഇനി മറ്റൊരു ജലസ്രോതസ്സിന്റെ വാർത്തയെ കുറിച്ചാണ്. അത് ശുദ്ധമായ പറഞ്ഞതുപോലെ പിടിച്ചോളാം. ശുദ്ധമായ കുടിവെള്ളത്തിന്റെ സ്വാഭാവിക സ്രോതസ്സായി നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്ന ഒരിടമുണ്ട്. വയനാട് പുൽപ്പള്ളി പാക്കത്ത് തിരുമുഖം ഊരിലെ ഗോത്ര ജനത അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൂടിയാണ് കേണി എന്ന ഈ ജലസ്രോതസ് ഉപയോഗിക്കുന്നത്. കൊടും വേനലിലും വറ്റാത്ത ഉറവ. പാക്കത്ത് വനാതിർത്തിയോട് ചേർന്ന് മരങ്ങൾക്കിടയിൽ പനങ്കുറ്റിയിലാണ് ഈ ജലസ്രോതസ്സുള്ളത്. നാട്ടിലെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇല്ലാതെ വരുമ്പോൾ ഈ വെള്ളത്തിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കേണികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇതൊരു ചരിത്രപരമായ ഒരു സംഗതിയും കൂടിയാണ്. പുതിയ കാലത്ത് കുടിവെള്ള സംഭരണത്തിന്റെയും വിതരണത്തിന്റെയും രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പാക്കത്തെ കേണിക്ക് മാത്രം മാറ്റങ്ങളില്ല. ഇവിടെ ആദ്യം തേവാൻ ആള് വരും, ഇത് തേവി വൃത്തിയാക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പന്തമൊക്കെ പോയിട്ട് സന്നത്തിരിയൊക്കെ പുകയിച്ചിട്ട് പോകും. പിന്നെ അമ്പലത്തിലത്തെ ആവശ്യത്തിന് എടുക്കാൻ വരും. അത് കല്യാണത്തിനും പിന്നെ ഉച്ചാലിനും അങ്ങനെ വിഷുവിനും എല്ലാത്തിനും ഞങ്ങൾക്ക് വിഷുള്ളതിനൊക്കെ വിശേഷത്തിനൊക്കെ. പാക്കത്തെ ഗോത്രജനതയും നാട്ടുകാരുമാണ് കേണി എന്ന ഈ ജലസ്രോതസ്സിനെ സംരക്ഷിച്ചു പോരുന്നത്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. ശക്തമായ കാറ്റാണ്. ഇനിയും ഇതുപോലെ കാറ്റടിച്ചാൽ അശ്വതി പിള്ള പറന്ന് ഈ പാറക്കെട്ടിനപ്പുറത്തെ വനത്തിലെ വന്യജീവികൾക്ക് ഭക്ഷണമാകും. അപ്പൊ അശ്വതി പിള്ളയെ ന്യൂസ് 18 നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരിടവേള വളരെ പെട്ടെന്ന്. റെയ്ഡ് അവിടെ ഉണ്ടായത് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഈ റെയ്ഡ് ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച റെയ്ഡ് ഇന്നലെ ഏതാണ്ട് വൈകി രാത്രി 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 35 മണിക്കൂർ നീണ്ട റെയ്ഡ്. അത് കൃത്യമായി നമുക്കറിയാം. ഈ വിഷയങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യൽ, അതായത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടാൻ കൂടിയാണ് ഇഡിയും ആദായ നികുതി വകുപ്പും എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇരുവരോടും കാര്യങ്ങൾ ആരാഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കൊച്ചിയിലെ ഭൂമി ഇടപാടുകളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകൾ അടക്കം അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ പണവും ഈ രേഖകളും ഒക്കെ പിടിച്ചെടുത്ത് 35 മണിക്കൂർ നീണ്ടുനിന്ന റെയ്ഡ് ഇന്നലെ വൈകി 9 മണിക്കാണ് അവസാനിച്ചത്. കൃത്യമായി ആ വിഷ്വൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആ സമയത്ത് തന്നെ നമ്മൾ ഇഡിയുടെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതികരണം തേടിയിരുന്നെങ്കിലും അവരുടെ ഒരു ശൈലി നമുക്കറിയാം, അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല. എങ്കിൽ പോലും കൃത്യമായി നമ്മൾ ആ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും
സുരേഷിന്റെയും 35 മണിക്കൂർ നീണ്ട ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സമഗ്ര വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അയൽവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ തേടിയിരുന്നു. അയൽവാസികളടക്കം ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ, അതായത് ഈ തിരുവനന്തപുരം DCC സെക്രട്ടറി നദീറ സുരേഷിന്റെയും ഭർത്താവ് സുരേഷിന്റെയും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇവർക്ക് പലയിടത്തും തിരുവനന്തപുരത്ത് തന്നെ ഭൂമിയുള്ളതായാണ് ഈ അയൽവാസികൾ പറയുന്നത്. അങ്ങനെ ഒരുപാടധികം ഭൂമിയുണ്ട്, അതെങ്ങനെയാണ് വന്നത് എന്ന തരത്തിലുള്ള സംശയം ഈ അയൽവാസികളും പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് EDയും ആദായ നികുതി വകുപ്പും ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും ഈ ഡിജിറ്റൽ രേഖകളും മറ്റ് രേഖകളും ഒക്കെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. രഞ്ജിത്ത്, അശ്വതി. ഒപ്പം ഈ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ടി വരും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ ഭർത്താവിനെയാണ് ഇത്തരത്തിൽ റെയ്ഡിൽ ചില രേഖകൾ കണ്ടെടുത്തതെന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ CPM ആണ് ഈ ഫാരിസ് അബൂബക്കറുമായ വിഷയത്തിൽ പ്രതിക്കൂട്ടിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് കൂടി മറുപടി പറയേണ്ട സാഹചര്യം ഒരുങ്ങി വരുന്നു. എന്തെങ്കിലും പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇന്ന് ആ വിഷയത്തിൽ സംസാരിക്കാനുള്ള സാഹചര്യമുണ്ടോ? സ്വാഭാവികമായും തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും ഒക്കെ റെയ്ഡ് നടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്ന ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു ഔദ്യോഗിക വിശദീകരണത്തിന് കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിരുന്നില്ല. യാതൊരുവിധ വിശദീകരണവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. ഈ നിമിഷം വരെയും അത് ഉണ്ടായിട്ടില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം വിശദീകരണം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ കോൺഗ്രസിന് പറയാനുള്ളത്, കോൺഗ്രസ് പ്രതിരോധത്തിലായിട്ടുണ്ടോ, ഏത് രീതിയിൽ ഈ വിഷയത്തെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ നേതാക്കളുടെയൊക്കെ, കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വിശദീകരണം നമ്മൾ ആരായും അതിനുശേഷം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഒരു വാർത്താ കേന്ദ്രം എന്ന് പറയുന്നത് തലസ്ഥാനം തന്നെയാണല്ലോ. ഇന്നലത്തെ റെയ്ഡിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് DCC സെക്രട്ടറിയുടെ വീട്ടിലെ റെയ്ഡ് ആരംഭിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിശോധന തുടങ്ങിയത്? ഒപ്പം എന്തൊക്കെ ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് എന്തെങ്കിലും സ്ഥിരീകരണമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തലസ്ഥാനം വാർത്താ കേന്ദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം DCC സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന EDയുടെയും ആദായ നികുതി വകുപ്പിന്റെയും സംയുക്തമായ റെയ്ഡാണ്. ആ റെയ്ഡ്, അതായത് ഈ ഫാരിസ് അബൂബക്കറിന്റെ ബെനാമിയാണ് ഈ DCC സെക്രട്ടറി നദീറയുടെ ഭർത്താവ് സുരേഷ് കുമാർ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് അവിടെ ഉണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടി ഈ റെയ്ഡ് ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആരംഭിച്ച റെയ്ഡ് ഇന്നലെ ഏതാണ്ട് വൈകി രാത്രി 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. 35 മണിക്കൂർ നീണ്ട റെയ്ഡ്. അത് കൃത്യമായി നമുക്കറിയാം. ഈ വിഷയങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യൽ, അതായത് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടാൻ കൂടിയാണ് EDയും ആദായ നികുതി വകുപ്പും എത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഇരുവരോടും പ്രഭാത കേരളം തുടരുകയാണ്. തെക്കൻ കുരിശുമലയിൽ നിന്നാണ് നമ്മൾ തത്സമയം ചേരുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഒപ്പം വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 8:37. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ KSRTC ബസ്സിൽ ഒരു വനിതാ കണ്ടക്ടർ ഒരു 13 വയസ്സുകാരനെ ഇറക്കിവിട്ട വാർത്ത ഇന്നലെ നമ്മൾ കാര്യമായി നൽകിയിരുന്നു. ഈ വിഷയത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും. നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ KSRTC ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. KSRTC വിജിലൻസിനെയാണ് CMD ബിജു പ്രഭാകർ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. KSRTC ബസ്സിൽ നിന്ന് ഈ 13കാരനെ നടു റോഡിൽ ഇറക്കിവിട്ടത് News 18 ആണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണവും മറ്റും KSRTC MD പ്രഖ്യാപിച്ചത്. എന്തായാലും അതിലൊരു നടപടി ഉണ്ടാവുക തന്നെ വേണം. കാരണം എത്രത്തോളം ആ കുട്ടി വിഷമിച്ചു എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ആ മോൻ നമ്മളോട് സംസാരിച്ചു, ഐശ്വര്യയോട് പറഞ്ഞതാണ് അത്രയും മണിക്കൂറുകളോളം കുട്ടി വെയിലത്ത് നിന്നിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിലൊരു നടപടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, അല്ലേ രഞ്ജിത്ത്? അതെ. മറ്റൊരു വാർത്ത ഇടുക്കിയിൽ നിന്നാണ് അശ്വതി. അതായത് ഇടുക്കി കാഞ്ചിയാറിൽ യുവതിയുടെ മൃതദേഹം കട്ടിലിനടിയിൽ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. കാഞ്ചിയാർ സ്വദേശി ബിജേഷിന്റെ ഭാര്യ അനുമോളുടേതാണ് മൃതദേഹം. ബിജേഷിനെ കാണാനില്ല എന്ന വിവരവും പോലീസ് നൽകുന്നു.
വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിലായി കമ്പിളിപ്പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏതാനും ദിവസങ്ങളായി അനുമോളെക്കുറിച്ച് വിവരങ്ങളില്ലായിരുന്നു. ഇതോടെ ബന്ധുക്കൾ വീട്ടിൽ അന്വേഷിച്ചെത്തുകയായിരുന്നു. വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതോടെ കതക് തകർത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. അനുമോളും ഭർത്താവ് ബിജേഷും മാത്രമാണ് പേഴുംകണ്ടത്തെ വീട്ടിൽ താമസിച്ചിരുന്നത്. ബിജേഷിനെ ഏതാനും ദിവസങ്ങളായി കാണാനില്ല. കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. കാലം ചെയ്ത ബിഷപ്പ് മാർ ജോസഫ് പൗവത്തലിന്റെ സംസ്കാര ശുശ്രൂഷകൾ ഇന്ന് പൂർത്തിയാകും. രാവിലെ 9 മണിയോടെയാണ് അവസാനവട്ട ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുക. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ബിഷപ്പിന്റെ മാർ ജോസഫ് പൗവത്തലിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടക്കുക. നമുക്കിനിയും ദേശീയ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ദേശീയ വാർത്തകളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ER രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളുള്ളത് തെക്കൻ കുരിശുമലയിലാണ്. എന്താണ് കുരിശുമലയുടെ മനോഹര കാഴ്ചകൾ ആണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ദേശീയ തലത്തിലേക്ക് ഒന്ന് പോകണം. അവിടെ എന്തൊക്കെയാണ് രാകേഷ് പ്രധാനമായും സംഭവിക്കുന്നത്? പഞ്ചാബ് പ്രശ്നകലുഷിതമാണ്. മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഉത്തരേന്ത്യയിൽ ഇന്നലെ രാത്രി ഉണ്ടായ ഭൂചലനം അത് ജനങ്ങളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ഒപ്പം തന്നെ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. കർണാടകത്തിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഒപ്പം തന്നെ ഡൽഹി മദ്യനയ കേസിൽ ED വീണ്ടും K കവിതയെ ചോദ്യം ചെയ്തേക്കും. ഈ വാർത്തകൾ വിശദമായി നോക്കാം. ഇന്നലെ രാത്രി 10:15 ഡൽഹി അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പക്ഷേ ഇതിന്റെ പ്രകമ്പനം പല രാജ്യങ്ങളിലും അനുഭവപ്പെട്ടു. പാകിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യയിലും നേപ്പാളിലും അടക്കം അനുഭവപ്പെടുകയും ചെയ്തു. 11 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 9 മരണവും പാകിസ്ഥാനിലാണുള്ളത്. ഉത്തരേന്ത്യയിലും വലിയ രീതിയിലുള്ള പ്രകമ്പനമാണ് അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് രാത്രി സമയം ആയതുകൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വീടുകളിലായിരുന്നു. പലരും വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഓടേണ്ട സാഹചര്യമാണുള്ളത്. വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് പറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. അവിടെയാണ് ഏതായാലും 9 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരേന്ത്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏതായാലും അത്തരത്തിലുള്ള നാശനഷ്ടമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും കടുത്ത ഭീതിയാണ് ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പഞ്ചാബിലേക്ക് പോവുകയാണെങ്കിൽ പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനായുള്ള വാരിസ് പഞ്ചാബ് തലവനും വിഘടനവാദി നേതാവുമായ അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ പഞ്ചാബ് പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസമായി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ അമൃത്പാലിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് പോലീസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇന്നലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കടുത്ത ഭാഷയിൽ പോലീസിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതായത് 80,000-ഓളം പോലീസ് ഉണ്ടായിട്ടും അവർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇതിന് പിന്നാലെ അമൃത്പാൽ സിംഗിന്റെ പുതിയ ഫോട്ടോകൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അമൃത്പാൽ സിംഗ് വേഷം മാറി യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അമൃത്പാൽ സിംഗ് ക്ലീൻ ഷേവ് ചെയ്തടക്കമുള്ള ചിത്രങ്ങൾ, ഫോട്ടോകളാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ഇതിനുശേഷം ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജലന്ധറിൽ നിന്നുള്ള യാത്രയ്ക്കിടെ അമൃത്പാൽ സിംഗിന്റെ വാഹന വ്യൂഹം പഞ്ചാബ് പോലീസ് തടയുന്നത്. എന്നാൽ ഈ ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഇതിനുശേഷം രക്ഷപ്പെട്ട ശേഷമുള്ള അമൃത്പാൽ സിംഗിന്റെ പല CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാരണം ആദ്യം മേഴ്സഡീസ് വാഹനമാണ് പോലീസ് വളഞ്ഞതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട അമൃത്പാൽ സിംഗ് മാരുതി ബ്രസ കാറിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഷർട്ട് ധരിച്ചുകൊണ്ട് അമൃത്പാൽ സിംഗ് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ബ്രസ കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ഗുരുദ്വാരയിൽ ചെന്ന് ഭക്ഷണം കഴിക്കുകയും വസ്ത്രം മാറുകയും ചെയ്ത ശേഷം അമൃത്പാൽ സിംഗ് പിന്നീട് ബൈക്കിൽ യാത്ര തുടർന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പഞ്ചാബ് പോലീസിന്റെ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്തിന് പുറമേക്കും അന്വേഷണം പഞ്ചാബ് പോലീസ് ഇതിനോടകം തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിർത്തി കടക്കാൻ, പ്രത്യേകിച്ച് നേപ്പാളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിശോധന പഞ്ചാബ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉത്തരാഖണ്ഡിലെ ചില ഗുരുദ്വാരകളിലും പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അതിർത്തി മേഖലകൾ ഒളിക്കാൻ സാധ്യതയുണ്ടെന്നൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഏതായാലും ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇതിനോടകം തന്നെ 120 പേരെയാണ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പഞ്ചാബ് പോലീസ്.
കേസ് അമൃത്പാൽ സിംഗിന്റെ സുഹൃത്തും അമ്മാവനും അടക്കം 120ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലരെ ഇതിനോടകം തന്നെ അസമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് VRS നേതാവ് കെ കവിതയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും ED. ആ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിനോടകം തന്നെ 3 തവണ കവിതയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇന്നലെ 10 മണിക്കൂറിലധികമാണ് കവിതയെ ചോദ്യം ചെയ്തത്. ED നേരത്തെ വ്യക്തമാക്കിയിരുന്ന കാര്യം മൊബൈൽ ഫോണുകൾ കവിത നശിപ്പിച്ചു, അതുകൊണ്ട് തന്നെ അങ്ങനെ തെളിവ് നശിപ്പിക്കുന്ന ഒരു നടപടി കെ കവിതയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് നേരത്തെ ED അവകാശപ്പെട്ടിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന കവിത മൊബൈൽ ഫോണുമായി എത്തിയത്, മൊബൈൽ ഫോൺ താൻ നശിപ്പിച്ചിട്ടില്ല, EDയുടെ വാദം കളവാണെന്ന് കവിത വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മൊബൈൽ ഫോണുകൾ അടക്കം കവിത ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വീണ്ടും കവിതയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ED കടക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ BRS വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് രാഷ്ട്രീയ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്നത്, ഇതിനുള്ള മറുപടി BJPക്ക് പിന്നെ നൽകും എന്ന് BRS നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കർണാടകയുമായി ബന്ധപ്പെട്ടാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ ഇന്ന് പുറത്തു വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 130 പേരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. നേരത്തെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി ഡൽഹിയിൽ ചേരുകയും 130 പേരുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ 61 പേർ സിറ്റിംഗ് MLAമാരാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സിദ്ധരാമയ്യയുടെ പേരിന്റെ കാര്യത്തിൽ എവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം കോലാർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആഗ്രഹമാണ് സിദ്ധരാമയ്യ പ്രകടിപ്പിച്ചത്. ഇക്കാര്യം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അവിടെ മത്സരിക്കേണ്ടതില്ല, കാരണം അവിടെ മത്സരം വരുമ്പോൾ മത്സരം കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രചരണത്തിന് സിദ്ധരാമയ്യ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്ന കാര്യം അത്തരമൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, പുറത്തു വരുന്ന വാർത്തകൾ ശരിയല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ മൈസൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ മണ്ഡലത്തിൽ, അതായത് വരുണ സീറ്റ് നേരത്തെ സിദ്ധരാമയ്യ മത്സരിച്ച മണ്ഡലമാണ്, അവിടെ മത്സരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ മണ്ഡലത്തിൽ മകൻ തന്നെ മത്സരിക്കും, അതിന് അംഗീകാരം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വരുണയിൽ മത്സരിക്കാനുള്ള സാധ്യതയും സിദ്ധരാമയ്യ തള്ളിക്കളയുന്നില്ല. രാഷ്ട്രീയത്തിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന പ്രതികരണം സിദ്ധരാമയ്യയുടെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ എവിടെ മത്സരിക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വീണ്ടും അശ്വതിയിലേക്കും രഞ്ജിത്തിലേക്കും. ഏറ്റവും ഭയത്തോടെ കാണുന്ന ഏറ്റവും വിശദമായി തന്നെ രാഗേഷ് വാർത്തകൾ പങ്കുവെക്കുകയായിരുന്നു. മറ്റൊന്ന് തിരുവനന്തപുരത്ത് MG കോളേജിൽ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ട്രഡീഷൻ എന്ന പേരിൽ തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ് ചരിത്ര വിഭാഗം ഏകദിന ദേശീയ സെമിനാർ നടത്തി. ക്രിസ്ത്യൻ കോളേജിലെ തമിഴ് വിഭാഗം അധ്യാപികയും കളരിവിദഗ്ധയുമായ ഡോക്ടർ ജി ഷീജ നടത്തി. പഠിക്കാൻ പോകുന്ന മക്കൾ വീട്ടിൽ തിരിച്ചെത്തുമോ കളരിയാശാനും കാഞ്ഞിരംകുളം ഗവൺമെന്റ് കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ജോയ് ബാലൻ കളരിയുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് സുന്ദരം കളരി നെയ്യാറ്റിൻകര അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച കളരി അഭ്യാസ പ്രകടനവും നടന്നു. സ്പോർട്സ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോ നിൽക്കുന്നത് പലഹാരക്കട, അതായത് വളരെ ഉത്സവ അന്തരീക്ഷമാണ് ഇവിടെ. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 7 കിലോമീറ്റർ ചുറ്റുള്ളതിലൊക്കെ ഈ അലങ്കാര പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ വഴികളിലേക്ക് വരുമ്പോൾ 2 സൈഡിലും ഇതുപോലെയുള്ള പലഹാരക്കടകളാണ്. ഒരുപാട് കടകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ കാണാത്ത തരത്തിലുള്ള പലഹാരങ്ങളുണ്ട്. ഈ പലഹാരങ്ങളുടെ പേരുകളും വിവരങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കണം, അന്ന് പങ്കുവെക്കണം. ഏതായാലും ഇവിടുന്ന് അറ്റം ഒരു ഇങ്ങേ അറ്റം വരെ ഇത്രയും പലഹാരം കണ്ടിട്ട് രഞ്ജിത്ത് ആകെ ഈ മധുരം ഇത്രയും കണ്ടിട്ട് അങ്ങ് ആകാംക്ഷയിലാണ്. അപ്പൊ എന്തായാലും അവരോട് നമുക്ക് ചോദിക്കാം എവിടെ നിന്നാണ് വരുന്നത്. ഇതിപ്പോ ചേട്ടാ, ഇത് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ, നമ്മളെ ഒത്തിരി വ്യത്യസ്തമായ പലഹാരങ്ങളുണ്ടല്ലോ. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ നിന്നാണ് ചേട്ടൻ വരുന്നത്? തമിഴ്നാട്. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ പേരെന്താ ഇരിക്കുന്നത്? നല്ല മധുരമുള്ളതാണ് അല്ലേ? എന്തൊക്കെയാണ് ആളുകൾ കൂടുതലായി ചോദിക്കുന്നത്? പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കും അല്ലേ? ഇനിയിപ്പോ ഇത് കഴിഞ്ഞ എങ്ങോട്ടേക്കാണ് അടുത്ത ഉത്സവം? അടുത്ത ഉത്സവ സൈറ്റ് ഏതാണ്? അടുത്ത വാരം തുക്കവെള്ളി
ദുഃഖവെള്ളി വരെ ഉണ്ട്. ഓക്കെ, ശരി. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഈ പല സ്ഥലങ്ങളിലേക്ക് പോവോ? ഇനി ഇത് അടുത്ത ഉത്സവം എവിടെയാ? ഏത് സ്ഥലത്തേക്കാ പോകുന്നത്? അടുത്ത സ്ഥലം പുള്ളിവേട. കച്ചവടം എങ്ങനെയുണ്ട്? ഇത് തമിഴ്നാട് പലഹാരങ്ങളാണോ കൂടുതലും? അവിടെ ഒരുപാട് ചെലവാകുന്ന പലഹാരങ്ങളാ അല്ലേ? മലയാളികൾക്ക് ഇഷ്ടമാണോ ഇത്ര പലഹാരങ്ങളൊക്കെ? ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ? ലൈവ് ഉണ്ടാക്കുന്നുണ്ടോ നമ്മള്? ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നു. ലൈവായിട്ട് ഉണ്ടാക്കുകയാണോ? ഉണ്ടാക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും പരിപാടി അല്ലേ? ശരി. എന്തായാലും എല്ലാവിധ ആശംസകളും കേട്ടോ. നല്ല പൊടി പൊടിക്കട്ടെ കച്ചവടം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കച്ചവടക്കാര് അവിടെ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ലൈവ് പലഹാരം ഉണ്ടാക്കലിലേക്കൊക്കെ അവർ കടന്നിട്ടുണ്ട്. വലിയ ചൂടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജോലിയെടുക്കുന്നവരെ സമ്മതിക്കണമെന്ന് പറയാം. നമുക്ക് ഇത്രയും നേരം ഈ തിളച്ച എണ്ണയുടെ അടുത്ത് നിന്ന് നേരത്തെ പറഞ്ഞ തേൻകുളം അത് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഏതാണ്ട് ജിലേബിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരും. പക്ഷെ സൈസ് ഷേപ്പ് ഒക്കെ വ്യത്യാസമാണ്. ഇതിനാണ് ആവശ്യക്കാർ ഇവിടെ കൂടുതലെന്നാണ് ചേട്ടന്മാർ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പലഹാരം കൂടിയാണ്. തമിഴ്നാട്ടിലെ മാവ് എടുത്ത് ഒഴിക്കുന്ന രീതിയൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. കഴിക്കാനും നേരത്തെ രഞ്ജിത്ത് ടേസ്റ്റ് നല്ല മധുരമാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഉത്സവ കാഴ്ചകൾ പോകുമ്പോൾ കുറച്ച് വാങ്ങിക്കൊണ്ട് പോകണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ഉത്സവ കാഴ്ചകൾ നമുക്ക് ഇവിടെ തരാൻ കഴിയുന്നത്. തെക്കൻ കുരിശുമല തീർത്ഥാടനം അങ്ങനെ അതിന്റെ ആദ്യഘട്ടം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇനി നാളെയൊക്കെ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തും. അവധി ദിവസമാകുമ്പോൾ ആളുകളുടെ എണ്ണം കൂടും. 40 ലക്ഷം ആളുകളാണ് ഈ ഉത്സവത്തിൽ. ഇത് മധുരം ചേർത്താണോ? ഇത് മധുരം ചേർത്ത് ഈ മാവിൽ മധുരം ചേർത്താണോ? ഇനി ഇതില് പാവിലേക്കിടും. ഈ പാവിലേക്കിടും അല്ലേ? തമിഴ്നാട്ടിൽ നിന്നുള്ള ടീമാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു വലിയ സംഘം ഇവിടെ ഉണ്ട്. രണ്ട് സൈഡിലും നിറയെ കടകളാണ്. ഏതായാലും നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ഒന്ന് പോയാലോ അശ്വതി? പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാനുള്ള പ്രഭാത കേരളം അവസാനിപ്പിക്കാനുള്ള സമയം പക്ഷേ കാഴ്ചകൾ ഒരുപാടുണ്ട്. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിൽ നിർണായക 3-ാം മത്സരം ഇന്ന് ചെന്നൈയിൽ. ഓരോ മത്സരം വീതം ജയിച്ച ഇരു ടീമും പരമ്പര നേട്ടം ലക്ഷ്യമിട്ടാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇറങ്ങുക. ചെന്നൈയിൽ പൊതുവെ സ്പിന്നർമാരാണ് നേട്ടമുണ്ടാക്കാറുള്ളതെങ്കിലും മിച്ചൽ സ്റ്റാർക്കിനെ നേരിടാനായിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഉച്ചയ്ക്ക് 1:30-ക്കാണ് മത്സരം. വിശാഖപട്ടണത്തിലെ പേടി ഒഴിഞ്ഞു കാണില്ല ടീം ഇന്ത്യക്ക്. ഉഗ്രരൂപം പൂണ്ട മിച്ചൽ സ്റ്റാർക്ക് അഴിഞ്ഞാടിയപ്പോൾ ബാറ്റിംഗ് മറന്നു പേരുകേട്ട ഇന്ത്യൻ നിര. കഴിഞ്ഞ 2 മത്സരത്തിലും പേസർമാർക്കായിരുന്നു ആധിപത്യം. 2 മത്സരങ്ങളിലും വിജയലക്ഷ്യം 200 കടന്നതുമില്ല. എന്നാൽ ചെന്നൈയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമെന്ന് കരുതാം. രണ്ടാമത് ബാറ്റ് ചെയ്തവരാണ് ഈ പരമ്പരയിൽ നേട്ടമുണ്ടാക്കിയതെങ്കിലും ചിദംബരം സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്തവർക്കാണ് മേധാവിത്വം. വീണ്ടും 3 സ്പിന്നർമാർക്ക് അവസരം നൽകാനായിരിക്കും ഇന്ത്യയുടെ പദ്ധതി. ആദ്യ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായ സൂര്യകുമാർ യാദവിന് ഫോം കണ്ടെത്താനായി ഇനിയും അവസരമൊരുങ്ങും. ഓസീസ് നിരയിൽ ഡേവിഡ് വാർണർ മടങ്ങിയെത്തുന്നതോടെ കരുത്തേറും. ചെപ്പോക്കിലെ സാഹചര്യം മുതലാക്കാൻ സ്പിന്നർ ആസ്റ്റർ അഗറിനും നറുക്കു വീണേക്കാം. ലോകകപ്പിന് മുമ്പ് ഇന്ത്യയിൽ ഓസ്ട്രേലിയക്ക് ലഭിക്കുന്ന അവസാന മത്സരമാണിത്. വിശാഖപട്ടണത്തിന്റെ ഷോക്കിൽ നിന്നും കരകയറാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ലെങ്കിൽ പരമ്പര നേട്ടവുമായി കങ്കാരുക്കൾ വിമാനം കയറും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുസ്തകങ്ങൾ കൊണ്ട് ആദരമർപ്പിച്ച് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ്. ക്രിക്കറ്റ് നിരൂപകനും എഴുത്തുകാരനുമായ പ്രൊഫസർ MC വസിഷ്ഠന്റെ നേതൃത്വത്തിലാണ് ക്രിക്കറ്റ് ഗ്രന്ഥങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, കളിക്കാരുടെ ഓർമ്മക്കുറിപ്പുകൾ, കളിക്കാരുടെ ആത്മകഥകൾ, ടൂർ ഡയറീസ് എന്നീ ഗണത്തിൽപ്പെടുന്ന പുസ്തകങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് വാർഷിക നേട്ടത്തിന്റെ 40-ാം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു പ്രദർശനം. ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ട വർഷമാണ് 1983. ആ വർഷം കപിൽ ദേവ് നയിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോർഡ്സിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തുകയും ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്തു. 1983-ന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റും ക്രിക്കറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള സാഹിത്യവും ഏറെ വളർന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ കൊണ്ട് ഉപഹാരമർപ്പിക്കുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ. 66-ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് ഒരുപാട് പേർ നമ്മൾ വന്ന സമയത്ത് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിരവധി ആളുകൾ വലിയ വാഹനങ്ങളിലൊക്കെ വന്ന് കേറിട്ട് നമ്മുടെ വഴി ഇതാണ് കേട്ടോ. കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴി കവാടം ഇതാണ്. നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണിക്കാൻ
സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു കുത്തുകയറ്റം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14 കുരിശുകളാണ്. 14 കുരിശുകൾ കയറി ചെല്ലുമ്പോഴാണ് ഈ കുരിശുമല തീർത്ഥാടനം ഏതായാലും പൂർണ്ണമാവുക. നേരത്തെ ഫാദർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഭക്തിക്കൊപ്പം പല കാര്യങ്ങളും നമുക്ക് ഈ കുരിശുമല തീർത്ഥാടനത്തിൽ അല്ലെങ്കിൽ ഈ മല കയറ്റത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് അവന്റെ ക്ഷമ, അത്തരത്തിൽ സഹനം, അത്തരത്തിൽ പല കാര്യങ്ങളും അവനിലേക്ക് ഒരു നോട്ടം ഈ ഒരു യാത്രയിൽ സാധിക്കും എന്നാണ് ഈ കുരിശുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം. ഈ ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ തീർത്ഥാടനവും ടൂറിസവും കൂടി ചേർത്ത ഒരു സംവിധാനം ആവുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് പേർ ഇവിടേക്ക് എത്തും. 30-40 ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നു. സംഘാടന മികവ് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, പോലീസ് അടക്കം, ആരോഗ്യ രംഗത്തെ അടക്കം ആളുകൾ വലിയ രീതിയിൽ ഇവിടെ അവർ തമ്പടിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ തന്നെ ഉണ്ട്. ഒപ്പം മേളിലേക്ക് പോകുമ്പോൾ അതെ, മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. മെഡിക്കൽ ടീമുണ്ട്. ഓരോ പോയിന്റുകളിലും വിശ്രമ കേന്ദ്രങ്ങൾ അടക്കമുണ്ട്. പക്ഷെ കൂടുതൽ അടിസ്ഥാന സൗകര്യം ഇങ്ങോട്ടേക്ക് തെക്കൻ കുരിശുമലയിലേക്ക് വരേണ്ടതുണ്ട്. നേരത്തെ അധികൃതരൊക്കെ പറഞ്ഞതുപോലെ റോപ്പ് വേ അടക്കമുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ ഇതിന്റെ മുഖമാകെ മാറും. ഓരോ വർഷവും കൂടുതൽ ഖ്യാതി കേൾക്കുന്നു, കൂടുതൽ തീർത്ഥാടകരെത്തുന്നു. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിലും കാര്യക്ഷമമായി ആളുകൾ എത്തട്ടെ, ഇതിന്റെ പ്രസിദ്ധി വിശ്വപ്രസിദ്ധി ആർജിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.